AD 1542 വടക്കൻ അറ്റ്ലാന്റിക്കിലെ വിജനമായിട്ടുള്ളൊരു ദ്വീപിൽ, അതും പ്രേതബാധയുണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു ദ്വീപിൽ, പേടികൊണ്ട് ഒരു നാവികരും കപ്പലടുപ്പിക്കുവാനായിട്ട് തയ്യാറാകാത്ത ഒരു ദ്വീപിൽ പട്ടിണി കിടന്ന് നരകിച്ച് മരിക്കുവാൻ ഒരു ഫ്രഞ്ച് കുലീന വനിതയെ മനസാക്ഷി തൊട്ടു തീണ്ടാത്ത ഒരു കൂട്ടം ആളുകൾ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ചു. അവൾ ചെയ്ത ഏക തെറ്റിതായിരുന്നു. അവൾ ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായി. അവളെ ക്രൂരമായ ഏകാന്ത മരണത്തിന് വിട്ടുകൊടുത്ത മനുഷ്യൻ മറ്റാരുമായിരുന്നില്ല, അവളുടെ സ്വന്തം അമ്മാവനായിരുന്നു. ഫ്രാൻസിനു വേണ്ടി പുതിയ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുവാനായിട്ട് വലിയൊരു പരിവേഷണം നയിക്കുന്ന ഒരു സൈനിക കമാൻഡറായിരുന്നു അയാൾ. മരിക്കുവാൻ വേണ്ടി വിജനമായ ആ ദ്വീപിലേക്ക് ഇറക്കി വിടും മുൻപ് അവൾക്ക് അയാൾ കുറച്ച് തോക്കുകളും വെടിമരുന്നും അല്പ ദിവസത്തേക്ക് ജീവിക്കാൻ വേണ്ട റൊട്ടിയും ഒരു ബൈബിളും മാത്രമാണ് നൽകിയത്. അതിനുശേഷം അയാളും കൂട്ടരും കപ്പൽ കയറി യാത്രയായി. പിന്നീട് ആ ദ്വീപിൽ സംഭവിച്ചത് മനുഷ്യന്റെ സഹനശേഷിയുടെ എല്ലാ അതിരുകളെയും ചോദ്യം ചെയ്യുന്ന സംഭവ പരമ്പരകളായിരുന്നു. അവളുടെ ഹൃദയം തകർത്ത 3 മരണങ്ങൾ, അതീവ ദുഷ്കരമായ 2 ശൈത്യകാലങ്ങൾ, ഇതിനിടയിൽ മരണത്തിനും അതിജീവനത്തിനും ഇടയിൽ കുടുങ്ങിപ്പോയ നിസ്സഹായായിട്ടുള്ളൊരു സ്ത്രീ. അവളുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നീട് അവളുടെ അതിജീവനത്തിൻ്റെ കഥ ലാ റോഷൽ തീരവും മറികടന്ന് ഫ്രഞ്ച് രാജസഭയിലെത്തി. 1558 ആയപ്പോഴേക്കും യൂറോപ്പിൽ ഉടനീളം വായിക്കപ്പെടുന്ന ഒരു പുസ്തകമായിട്ട് അത് മാറി. ആ കഥ അനശ്വരമായി. ഇത് മാർഗരറ്റ് ഡി ലാ റോക്കിൻ്റെയും നാവികർ ഭയത്തോടെ ഐലൻഡ് ഓഫ് ഡെമൺസ് എന്ന് വിളിക്കുന്ന പ്രേതദ്വീപിൻ്റെയും കഥയാണ്. ഈ കഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, അതോടൊപ്പം വലിയ അഭിമാനവും. ചില കഥകൾ അങ്ങനെയാണ്, അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും അഭിമാനവും തോന്നും. ഇതും അത്തരമൊരു കഥയാണ്. ഡാർക്ക് ഹിസ്റ്ററീസ് 43-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രാൻസ്, വർഷം 1542, ലാ റോഷൽ എന്ന് പേരുള്ളൊരു തുറമുഖം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. ഉപ്പിൻ്റെയും ടാറിൻ്റെയും അതിമോഹത്തിൻ്റെയും അതുപോലെ അധിനിവേശത്തിൻ്റെയും ഗന്ധമുണ്ട് ആ തുറമുഖത്തിന്. അന്നേ ദിവസം വാലന്റൈൻ, ആൻ, ലെഫ്രി എന്നു പേരുള്ള 3 പരിവേഷണ കപ്പലുകൾ യാത്രയ്ക്ക് തയ്യാറെടുത്ത് തീരത്ത് കിടക്കുന്നു. ഈ കപ്പലുകളിലേക്ക് തിരക്കിട്ട നിരവധി സാമാനങ്ങളും കന്നുകാലികളും കുടിയേറ്റക്കാരെയും അവർ കയറ്റി ഒരു ദീർഘദൂര യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ. അവരുടെ ലക്ഷ്യം ലോകത്തിൻ്റെ വടക്കേ അറ്റത്തായിട്ട് ഫ്രഞ്ചുകാർ കാനഡ എന്ന് വിളിക്കുന്ന പുതിയതായിട്ട് കണ്ടെത്തിയൊരു ഭൂപ്രദേശമാണ്. ഈ പരിവേഷണത്തിൻ്റെ കമാൻഡറുടെ പേര് ജീൻ ഫ്രാങ്കോയിസ് ഡി ലാ റോക്ക് ഡി റോബർവാൾ എന്നാണ്. അയാൾ നിസ്സാരക്കാരനല്ല, ഒരു പ്രഭു, സൈനികൻ, പ്രൊട്ടസ്റ്റന്റ് നവീകരണവാദി, അങ്ങനെ തുടങ്ങി സമൂഹം അയാൾക്ക് നൽകിയ ബഹുമതിയും സ്ഥാനമാനങ്ങളും നിരവധിയാണ്. അക്കാലത്ത് കാനഡയിൽ പുതിയ ഫ്രഞ്ച് സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിക്കുവാനും അവിടെയുള്ള സ്വർണം കണ്ടെത്തുവാനും രാജകീയ അധികാരത്തോടെ ഫ്രാൻസിസ് 1-ാമൻ രാജാവാണ് റോബർവാൾ പ്രഭുവിനെ നിയോഗിച്ചത്. കൂടാതെ അയാൾ സ്ഥാപിക്കുന്ന പുതിയ സെറ്റിൽമെൻറ്റുകളിലെ ലഫ്റ്റനന്റ് ജനറൽ സ്ഥാനവും കൊടുത്തു. അന്ന് റോബർവാളിന് 42 വയസ്സുണ്ട്. ഇറ്റാലിയൻ യുദ്ധങ്ങളിൽ നിന്ന് മുൻപരിചയം നേടിയവനും എന്തിനും മടിക്കാത്ത കർക്കശക്കാരനുമായിട്ടുള്ള കപ്പിത്താനാണ് റോബർവാൾ. ഒരു ക്രൂരനായ മനുഷ്യനെന്ന് പറയാം. പക്ഷെ അയാൾ ഇപ്പോൾ വലിയൊരു കടക്കണിയിലാണ്. കാരണം അടുത്ത കാലത്തായിട്ട് റോബർവാൾ കൈവച്ചതെല്ലാം വലിയ പരാജയത്തിലാണ് അവസാനിച്ചത്. മുൻപുള്ളതുപോലെ രാജാവിൻ്റെ പ്രീതി അയാൾക്കിപ്പോഴില്ല. നഷ്ടപ്പെട്ട സമ്പത്തും അതുപോലെ രാജപ്രീതിയും വീണ്ടെടുക്കുവാനുള്ള റോബർവാളിൻ്റെ അവസാനത്തെ അവസരം കൂടിയാണ് ഈ യാത്രയെന്ന് പറയാം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ഈ യാത്ര അയാൾ കണ്ടത്. അയാൾ നയിക്കുന്ന 3 കപ്പലുകളിലായിട്ട് 200ഓളം കുടിയേറ്റക്കാരാണ് കയറിയത്. അക്കൂട്ടത്തിൽ 27 വയസ്സുള്ള മാർഗരറ്റ് ഡി ലാ റോക്ക് എന്ന യുവതിയുമുണ്ട്. ചില റിപ്പോർട്ടുകളിൽ മാർഗരറ്റ് റോബർവാളിൻ്റെ മരുമകളാണെന്ന് പറയുന്നു. മറ്റു ചില റിപ്പോർട്ടുകളിൽ അയാൾ അടുത്ത ബന്ധുവാണെന്ന് പറയുന്നു. ഇവർ തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ബന്ധം ഒരു രേഖയിലും വ്യക്തമായിട്ട് കാണുന്നില്ല. ചരിത്ര രേഖയനുസരിച്ച് ഫ്രാൻസിലെ പെരിഗോറിലും ലാംഗോഡോക്കിലും അളവറ്റ സമ്പത്തുള്ളൊരു കുലീന വനിതയാണ് മാഗി. അതിൽ യാതൊരു സംശയവുമില്ല. മാർഗരറ്റ് വിദ്യാസമ്പന്നയാണ്, അവിവാഹിതയാണ്, സാമ്പത്തികമായിട്ടും ഒട്ടും മോശമല്ല. എന്നിട്ടും എന്തിനാണ് അവൾ അപകടകരമായിട്ടുള്ള ഈ കൊളോണിയൽ പരിവേഷണത്തിൽ പങ്കുചേർന്നത് എന്ന് നമുക്കറിവില്ല. ഒരുപക്ഷെ സാഹസയാത്രയോട് അവൾക്കൊരു താല്പര്യം തോന്നിയതാവാം, അല്ലെങ്കിൽ റോബർവാൾ അവളോട് തൻ്റെ കൂടെ വരുവാനായിട്ട് ആവശ്യപ്പെട്ടതുമാവാം. ചരിത്രകാരന്മാർ പൊതുവായിട്ട് അനുമാനിക്കുന്നത് മാർഗരറ്റ് റോബർവാളിൻ്റെ മരുമകളായിരുന്നുവെന്നാണ്. ആ യാത്രയിൽ മാർഗരറ്റ് ഒറ്റയ്ക്കായിരുന്നില്ല. അവളുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിരുന്ന ഡാമിയൻ എന്ന പ്രായമായിട്ടുള്ള പരിചാരികയും അവളുടെ കൂടെ കപ്പലിൽ കയറി. അജ്ഞാതമായിട്ടുള്ള അപകടങ്ങളിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രവും മറികടന്ന് തൻ്റെ യജമാനത്തെ സേവിക്കുവാൻ മാത്രം വിശ്വസ്തയായിരുന്നു ഈ ഡാമിയൻ. ഈ കപ്പൽ യാത്രയ്ക്ക് 6 മുതൽ 8 ആഴ്ച വരെ സമയമെടുക്കും. നിലവിൽ അവരുടെ അവസ്ഥ ഇതാണ്.
കപ്പലിന്റെ ഡെക്കിന് താഴെയുള്ള ഇടുങ്ങിയ മുറികളിൽ ഉപ്പിലിട്ട പന്നിയിറച്ചിയും ഉണക്കറൊട്ടിയും തട്ടുതട്ടായി അടുക്കി വെച്ചിരിക്കുന്നു. കപ്പലിന്റെ നിരന്തരമായിട്ടുള്ള ആട്ടവും കുലുക്കവും മൂലം കടൽ ചുരുക്ക് പിടിപെട്ട് രോഗബാധിതരായിട്ടുള്ള കുടിയേറ്റക്കാർ ഇടുങ്ങിയ മുറികളിൽ കിടക്കുവാൻ പോലും മതിയായിട്ടുള്ള ഇടമില്ലാതെ കഴിയുന്നു. എങ്കിലും ആ 200 മനുഷ്യരുടെയും കണ്ണുകളിൽ നല്ലൊരു നാളെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. കാനഡയിൽ തങ്ങളെയും കാത്ത് ശോഭനമായിട്ടുള്ള ഒരു ഭാവിയുണ്ടെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് അവരെല്ലാവരും കപ്പൽ കയറിയത്. എങ്കിലും മറ്റുള്ളവർ നേരിട്ട ഈ ദുരിതമൊന്നും മാർഗരറ്റിനും ഡാമിനും അനുഭവിക്കേണ്ടി വന്നില്ല. കപ്പിത്താന്റെ കുടുംബാംഗം എന്ന നിലയിൽ അവർക്ക് വലിയ പരിഗണന കിട്ടിയിരുന്നു. അപ്പോഴാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടായത്. ഇതിനിടയിൽ എപ്പോഴോ മാർഗരറ്റ് ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായി. ആ യുവാവിന്റെ പേര് ചരിത്രത്തിൽ നിന്നും ബോധപൂർവം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. മാർഗരറ്റിന്റെ കഥ പറയുന്ന ഓരോ ചരിത്ര രേഖയിലും അയാളുടെ പേരും മറ്റു കാര്യങ്ങളും മനഃപൂർവ്വം മറച്ചു വെച്ചതായിട്ട് കാണാം. അയാളുടെ കുടുംബത്തിന്റെ സത്പേര് സംരക്ഷിക്കുവാനായിരിക്കണം അങ്ങനെ ചെയ്തത്. ഇതുമൂലം അയാൾ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ചെറുപ്പക്കാരനാണെന്ന് ഉറപ്പിക്കാം. അതുപോലെ അവിവാഹിതനും റോബർവാളിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനുമാണെന്നും അനുമാനിക്കാം. പക്ഷേ ചില ചരിത്രരേഖയിൽ അയാളുടെ പേര് പേറി എന്ന് കാണുന്നു. അതുകൊണ്ട് നമുക്കും ഈ കഥയിൽ പേറി എന്ന് തന്നെ അവനെ വിളിക്കാം. എന്തായാലും പേറിയും മാർഗരറ്റും കപ്പലിൽ വെച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടും അടുത്തു. ഇതിനെല്ലാം മൂകസാക്ഷിയായിട്ട് പരിചാരിക ഡാമീനും ഉണ്ടായിരുന്നു. അവർക്ക് സംഗമിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് മറ്റാരുമല്ല, ഇതേ ഡാമീനായിരുന്നു. ആരും ഈ ബന്ധം അറിയില്ല എന്നാണ് അവർ വിചാരിച്ചത്. പ്രണയത്തിന്റെ ഒരു ഘട്ടത്തിൽ പേറി അവളോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ പോയിട്ട് നിന്റെ അമ്മാവനോട് നമ്മുടെ കാര്യം പറയാം. നിന്നെ വിവാഹം കഴിച്ചു തരുവാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടാം. പക്ഷെ മാർഗരറ്റ് അതിനെ ശക്തമായിട്ട് എതിർത്തു. കാരണം തൻ്റെ അമ്മാവൻ എത്രക്കാരനാണെന്ന് അവളെപ്പോലെ മറ്റാർക്കും അറിയില്ല. വലിയൊരു ധനാഢ്യന് മാത്രമാണ് അവളെ അയാൾ വിവാഹം ചെയ്തു കൊടുക്കൂ. തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുവന് മരുമകളെ വിവാഹം ചെയ്തു കൊടുക്കുവാനായിട്ട് റോബർവാൾ ഒരിക്കലും തയ്യാറാവില്ല. മാത്രവുമല്ല, ഈ വാർത്ത പുറത്തറിയുന്ന അതേ നിമിഷം പേറിയുടെ ജീവൻ അപകടത്തിലാവും. റോബർവാൾ അവനെ കൊത്തിയരിഞ്ഞ് കടലിൽ എറിയും. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ ബന്ധം ഇങ്ങനെ തന്നെ രഹസ്യമായിട്ട് മുൻപോട്ട് പോകട്ടെ. കാനഡയിലെത്തി സെറ്റിൽമെന്റുകൾ തയ്യാറായ ശേഷം ആ പുതിയ വൻകരയിൽ വെച്ച് മറ്റെന്തെങ്കിലും വഴി നമുക്ക് കണ്ടെത്താം. അതായിരുന്നു അവളുടെ നിർദ്ദേശം. എന്നാൽ അവരുടെ ബന്ധം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച മറ്റു ചിലരും അതേ കപ്പലിൽ ഉണ്ടായിരുന്നു. കപ്പിത്താന്റെ മരുമകൾ കപ്പലിലുള്ള ഒരു ജോലിക്കാരനുമായിട്ട് പ്രണയത്തിലാണെന്ന് മാത്രം അവർക്ക് മനസ്സിലായി. പക്ഷെ ആ കാമുകൻ ആരാണെന്ന് കണ്ടെത്തുവാനായിട്ട് അവർക്കും കഴിഞ്ഞില്ല. ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ കപ്പൽ വ്യൂഹം ന്യൂ ഫൗണ്ട്ലാൻഡിന്റെ തീരത്ത് എത്തി. ആ സമയത്ത് കപ്പലിലെ ഒരു ജോലിക്കാരൻ മാഗിയുടെയും പേറിയുടെയും ബന്ധം റോബർവാളിനെ അറിയിച്ചു. അയാൾ ഞെട്ടിപ്പോയി. കർക്കശക്കാരനായിട്ടുള്ള ഒരു കാൽവിനിസ്റ്റും സൈനിക അച്ചടക്കം പാലിക്കുവാനായിട്ട് ഏതറ്റം വരെ പോകുന്നവനും തരക്കേടില്ലാത്തൊരു മതഭ്രാന്തനും രാജാവിന്റെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മതനിന്ദ നടത്തിയെന്ന കുറ്റത്തിന് വധശിക്ഷയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടവനുമാണ് ഈ റോബർവാൾ. അങ്ങനെയുള്ള അയാളെ സംബന്ധിച്ചത് വെറുമൊരു അപവാദത്തെക്കാളും വളരെ വലുതാണ്. തന്റെ അധികാരത്തിന് നേരെ ഉയർന്നു വന്ന വെല്ലുവിളിയാണ്. തന്നെ ഒരു രാജാവായിട്ട് കാണേണ്ട 200ഓളം വരുന്ന കുടിയേറ്റക്കാരുടെയും സൈനികരുടെയും മുൻപിൽ വെച്ച് തന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണിത്. കൊളോണിയൽ സംരംഭത്തിന്റെ തുടക്കത്തിൽ തന്നെ തന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് ചെയ്തത് മറ്റാരുമല്ല, തന്റെ മരുമകളാണ്. അയാൾ മാർഗരറ്റിനെ കപ്പൽ ഡെക്കിലേക്ക് വിളിച്ചു. പിന്നെ താൻ കേട്ട കഥകൾ അവളോട് പറഞ്ഞു. അത് സത്യമാണോ എന്ന് ചോദിച്ചു. പേടിച്ചു വിറച്ചുകൊണ്ട് മാഗി റോബർവാൾ കേട്ടതെല്ലാം സത്യമാണെന്നും താനൊരു യുവാവുമായിട്ട് പ്രണയത്തിലാണെന്നും കുറ്റം സമ്മതിച്ചു. ശരി, അവൻ ആരാണ്? അവന്റെ പേര് പറയൂ, റോബർവാൾ ആജ്ഞാപിച്ചു. മാഗി അയാൾക്ക് മുൻപിൽ കൈകൾ കൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അത് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ അവനെ കൊല്ലുമെന്ന് എനിക്കറിയാം. ഇത് കേട്ടതോടെ കലി കാരണം കണ്ണ് കാണാതായ റോബർവാൾ മാഗിയുടെ കഴുത്തിൽ പിടിച്ചുയർത്തി. എന്നിട്ട് ദൂരേക്ക് വിരൽ ചൂണ്ടി. അവിടെ വിദൂരത്തായിട്ട് മഞ്ഞിനിടയിലൂടെ അവ്യക്തമായിട്ടൊരു ദ്വീപ് കാണാമായിരുന്നു. നാവികർ ഭയത്തോടെ മാത്രം നോക്കുന്ന മനുഷ്യവാസമില്ലാത്തൊരു ദ്വീപ്. നാവികർ അതിനെ വിളിക്കുന്നത് ഡെവിൾസ് ഐലൻഡ് എന്നാണ്. ശരി, നീ അവൻ്റെ പേര് പറയുന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ ഇറക്കി വിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും. നീ അവൻ്റെ പേര് പറഞ്ഞാൽ മാത്രം നിനക്ക് എൻ്റെ കൂടെ യാത്ര തുടരാം. തിരഞ്ഞെടുക്കുവാനായിട്ട് നിനക്ക് മുൻപിൽ 2 വഴികളുണ്ട്. 1 ജീവിതം, 2 മരണം. മാർഗരറ്റ് അന്ന് ആ കപ്പൽ ഡെക്കിൽ വെച്ച് ധൈര്യസമേതം 2ാമത്തെ തെരഞ്ഞെടുപ്പാണ് നടത്തിയത്. തന്നെ ആ ദ്വീപിൽ ഇറക്കി വിടുക. താൻ മരിക്കേണ്ടി വന്നാലും തൻ്റെ കാമുകനെ കൊലയ്ക്ക് കൊടുക്കില്ല എന്ന് അവൾ തീരുമാനിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മാഗി അഭിമുഖം നടത്തിയ ആന്ത്രേ തേവറ്റെ എന്ന ഫ്രഞ്ച് കോസ്മോഗ്രാഫർ എഴുതിയത് ഇങ്ങനെയാണ്: തൻ്റെ കൈകളിൽ അവരുടെ രക്തം പുരളാതെ അവരെ ശിക്ഷിക്കുവാൻ കഴിഞ്ഞതോർത്ത് റോബർവാൾ സന്തോഷിച്ചു. തന്നെ ധിക്കരിച്ച മരുമകൾ മരിക്കണമെന്ന് അയാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. എങ്കിലും തനിക്കതിൽ യാതൊരു പങ്കുമില്ലെന്ന് അയാൾക്ക് വരുത്തി തീർക്കണം. മറ്റുള്ളവർക്ക് മുൻപിൽ താനൊരു നീതിമാനാണെന്ന് കാണിക്കണം. അതോടൊപ്പം മരുമകളെ ശിക്ഷിക്കണം. അതായിരുന്നു അയാൾക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് തെരഞ്ഞെടുക്കുവാനായിട്ട് അവൾക്ക് മുൻപിൽ 2 അവസരങ്ങൾ അയാൾ വെച്ചത്. അതേ സമയത്ത് മറ്റൊരു സംഭവം കൂടി ഇതിനിടയിൽ നടന്നിരുന്നു. ന്യൂ ഫൗണ്ട്ലാൻഡ് തീരത്ത് വെച്ച് മറ്റൊരു കോളനി വൽക്കരണ ശ്രമം നടത്തി അതിൽ പരാജയപ്പെട്ട് നിരാശനായിട്ട് മടങ്ങുന്ന മറ്റൊരു കപ്പൽപ്പടയെ ഇവർ കണ്ടുമുട്ടി.
പ്രശസ്ത പരിവേഷകനായിട്ടുള്ള ജാക്കോസ് കാർട്ടിയറുടെ കപ്പൽപ്പടയായിരുന്നു അത്. റോബർവാൾ തന്റെ പരിവേഷണ സംഘത്തിൽ ചേരുവാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിനോടകം മനസ്സ് തകർന്ന കാർട്ടിയർ അതിന് വിസമ്മതിച്ചു. അയാൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി ആ ചിന്തയായിരുന്നു. അന്ന് തന്നെ രാത്രിയിൽ അദ്ദേഹത്തിന്റെയും കൂട്ടരുടെയും കപ്പലുകൾ ഇവരോട് യാത്രയും പറഞ്ഞ് ഫ്രാൻസിലേക്ക് തിരിച്ചു. ആ കൂട്ടത്തിൽ പിന്നീട് നിരവധി ജീവനുകൾ രക്ഷിക്കുവാനായിട്ട് കഴിയുന്ന ഒരു അറിവും കൊണ്ടാണ് കാർട്ടിയർ പോയത്. 6 വർഷം മുൻപ് കാർട്ടിയറുടെ കീഴിലുള്ള ആളുകൾക്ക് സ്കർവി എന്ന രോഗം കടൽ യാത്രക്കിടയിൽ ബാധിച്ചിരുന്നു. അക്കാലത്ത് നാവികരെ കൊന്നൊടുക്കിയ രോഗമായിരുന്നു സ്കർവി. എന്നാൽ ഈ രോഗത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ചികിത്സ ഈ യാത്രക്കിടയിൽ ആദിവാസികളിൽ നിന്നും കാർട്ടിയറും കൂട്ടരും കണ്ടെത്തിയിരുന്നു. ആ അറിവ് ഇവർക്ക് കൈമാറാതെയാണ് അയാൾ ഇവരെ വിട്ടു പിരിഞ്ഞത്. ഞാൻ ഈ കാര്യം ഇവിടെ പറയുവാനായിട്ടൊരു കാരണമുണ്ട്. കഥ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ അവരുടെ കപ്പലുകൾ ഉള്ളത് സെന്റ് ലോറൻസ് ഉൾക്കടലിന്റെ വടക്ക് ദിക്കിലാണ്. തണുത്തുറഞ്ഞ വടക്കൻ ജലത്തിലെ ചിതറിക്കിടക്കുന്ന അസംഖ്യ ദ്വീപുകൾക്കിടയിൽ വെച്ച് അയാൾ ക്രൂരമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു. മാഗിയെ മരിക്കുവാനായിട്ട് ഐലൻഡിൽ ഇറക്കി വിടുക. 16-ാം നൂറ്റാണ്ടിലെ നാവിക ഭൂപടങ്ങളിൽ ഈ ദ്വീപിനെ ഇൽ ഡെമൺ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പിശാചുക്കളുടെ ദ്വീപ്. എല്ലാ നാവികരും അതിനെ ഒന്നുപോലെ ഭയപ്പെട്ടു. അതിനും ഒരു കാരണമുണ്ട്. ഇരുട്ട് വീഴുമ്പോൾ ദ്വീപിനോട് ചേർന്ന് സഞ്ചരിക്കുന്ന കപ്പലുകളിലെ നാവികർ അവിടെ നിന്നും ആരൊക്കെയോ അലറിക്കരയുന്ന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. 100,000 ആളുകൾ ഒരേ സമയത്ത് അലറിക്കരയുന്ന ശബ്ദം വരെ കേട്ടുവന്ന കഥകൾ വരെ നിലവിലുണ്ട്. ആരുടെയും മനോനില തകർക്കുന്ന ദയനീയവും ഉഗ്രവുമായിട്ടുള്ള നിലവിളികൾ. അവരുടെ അറിവിൽ അവിടെ ആരും താമസവുമില്ല. കൂടാതെ മൃഗങ്ങളുമല്ല മനുഷ്യരുമല്ല അതിന് പിന്നിൽ. മറിച്ച് അത് എന്തായിരിക്കും? പ്രേതങ്ങളുടെ ആർത്തനാദങ്ങളാണ് അവിടെ നിന്നും ഉയരുന്നത്. കടലിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ ഒന്നു ചേരുന്ന ദ്വീപ്, അതാണ് ഡെവിൾ ഐലൻഡ്. അങ്ങനെയാണ് അവർ വിശ്വസിച്ചത്. കൂടാതെ ചില നിഴൽ രൂപങ്ങൾ ദ്വീപിലെ മൂടൽ മഞ്ഞിലൂടെ നീങ്ങുന്നത് പലരും കണ്ടുവെന്നും പറയുന്നു. ഇന്ന് ആധുനിക ശാസ്ത്രം ഇതിനൊക്കെ വളരെ ലളിതമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. മറ്റൊരു ലോകത്തു നിന്നും വരുന്നത് പോലെയുള്ള നിലവിളികളും അലർച്ചയും പുറപ്പെടുവിക്കുന്നത് വാൾറസ് എന്ന കടൽ ജീവികളായിരിക്കും. ഒരു കൂട്ടം വാൾറസുകൾ ഒന്ന് ചലറിയാൽ പുറത്തു വരുന്ന ശബ്ദം ആരെയും ഞെട്ടിക്കും. അതുപോലെ കൂറ്റൻ കടൽപക്ഷികളുടെ സങ്കേതങ്ങൾ ഇങ്ങനെയുള്ള ദ്വീപുകളിൽ സാധാരണമാണ്. പാറകളിലും വെള്ളത്തിലും പ്രതിധ്വനിക്കുന്ന അവയുടെ കാതടുപ്പിക്കുന്ന ശബ്ദവും മുഴക്കവും, അതുപോലെ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഊളിയിടുന്ന കാറ്റുമൊക്കെ ആവാം ഇത്തരം നിഗൂഢമായിട്ടുള്ള ശബ്ദങ്ങൾക്ക് പിന്നിൽ. എന്നാൽ 1542കളിൽ അന്ധവിശ്വാസവും ഭൂമിശാസ്ത്രവും ഇഴചേർന്നാണ് കിടക്കുന്നത്. അവരെ സംബന്ധിച്ച് അതൊരു പ്രേതദ്വീപാണ്. ദുരാത്മാക്കൾ അലറുന്ന, ജീവനുള്ള എന്തിനേയും ആഹരിക്കുന്ന ചെകുത്താന്റെ ഒരു കോട്ട. ആരും ഇവിടേക്ക് ജീവനിൽ പേടിച്ച് കപ്പൽ അടുപ്പിക്കില്ല. അതുകൊണ്ട് താൻ ഇവളെ ഇവിടെ ഉപേക്ഷിച്ചാൽ ആരും ഇവിടേക്ക് വന്ന് ഇവളെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കുമെന്ന് പേടിക്കേണ്ടതില്ല. അതുവഴി തന്റെ ക്രൂരതയുടെ കഥ പുറം ലോകം അറിയില്ല, റോബർവാൾ നിശ്ചയിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പരസ്പര വിരുദ്ധമായിട്ടുള്ള 2 വിവരണങ്ങളുണ്ട്. അതിൽ ഏതാണ് സത്യമെന്ന് നമുക്ക് ഒരിക്കലും അറിയുവാനായിട്ട് കഴിയില്ല. ഈ സംഭവത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് നവാറിലെ രാജ്ഞി തന്റെ കഥാസമാഹാരമായ ദി ഹെപ്റ്റാമറോൺ എന്ന ബുക്കിൽ ഈ കഥ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: റോബർവാൾ മാഗിയുടെ കാമുകനെ കണ്ടെത്തി അവനെ ശിക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ടി ചെകുത്താൻ ദ്വീപിൽ അവനെ മാത്രമാണ് അയാൾ ഇറക്കിവിട്ടത്. എന്നാൽ മാർഗരറ്റ് അമ്മാവന്റെ ഈ തീരുമാനത്തെ ശക്തമായിട്ട് എതിർത്തു. താനും അവനോടൊപ്പം ദ്വീപിലേക്ക് പോകുന്നു എന്ന് അവൾ പറഞ്ഞു. അതോടെ അവളുടെ വിശ്വസ്ത ദാസിയായിട്ടുള്ള ഡാമീനും അവരുടെ കൂടെ തന്നെയും ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടു. എന്തായാലും അവർ അവിടെ കിടന്ന് മരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് റോബർവാൾ 3 പേരെയും ദ്വീപിൽ ഇറക്കി വിട്ടു. എന്നിട്ട് മടങ്ങിയെന്നാണ് രാജ്ഞി തന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഈ കഥയിൽ ഉത്തമയായ ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ച മാന്യയായിട്ടുള്ളൊരു വനിത എന്ന നിലയിൽ മാഗിയെ അവതരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ മാർഗരറ്റുമായിട്ട് പിൽക്കാലത്ത് നേരിൽ സംസാരിച്ച ആന്ധ്ര തേവറ്റ് പറയുന്ന കഥ വേറെയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മാർഗരറ്റിനെയും ജോലിക്കാരി ഡാമീനുമാണ് അവരാദ്യം ദ്വീപിൽ ഇറക്കി വിട്ടത്. അതേ സമയത്ത് അവളുടെ കാമുകനെ റോബർവാൾ ഇതിനോടകം കണ്ടെത്തിയിരുന്നു. അയാളെ അവർ ഡെക്കിന് താഴെയായിട്ട് ചങ്ങലയിൽ ബന്ധിച്ചു വെച്ചിരുന്നു. കുറച്ചു ദൂരം അങ്ങനെ പോയ ശേഷം പേറിയെ സ്വന്തം കൈകൊണ്ട് കൊത്തിയരിഞ്ഞ് കടലിൽ തള്ളുവാനായിരുന്നു റോബർവാളിന്റെ പദ്ധതി. പക്ഷേ അത് വേണ്ടി വന്നില്ല. കപ്പൽ ദ്വീപിൽ നിന്നും കുറച്ച് നീങ്ങിയതും പേറി എങ്ങനെയോ രക്ഷപ്പെട്ടു. അവൻ കപ്പലിൽ നിന്നും അലറിയടിക്കുന്ന കടലിലേക്ക് എടുത്തു ചാടി. എന്നിട്ട് അപകടകരമായിട്ടുള്ള പാറക്കെട്ടുകളെയും തിരമാലകളെയും മറികടന്ന് തന്റെ കാമുകി നിൽക്കുന്ന ദ്വീപിലേക്ക് ജീവൻ പണയം വെച്ച് നീന്തിയെത്തി. ഇതിനിടയിൽ കപ്പലിൽ നിന്നും കുറച്ച് ആയുധങ്ങളും അതുപോലെ അതിജീവിക്കുവാനായിട്ട് വേണ്ട അവശ്യ സാധനങ്ങളും അയാൾ എടുത്തിരുന്നു. തന്റെ ഇര രക്ഷപ്പെട്ടുവെന്നറിഞ്ഞ റോബർവാൾ കപ്പൽ ദ്വീപിലേക്ക് തിരിക്കുവാനായിട്ട് ആജ്ഞാപിച്ചു. പക്ഷെ അപ്പോഴേക്കും കാലാവസ്ഥ കൂടുതൽ മോശമായി. കപ്പലിന് ദ്വീപിലേക്ക് അടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പാറയിലടിച്ച് കപ്പൽ തകരുമെന്ന സ്ഥിതിയായി. ഒടുവിൽ ആ 3 പേരെയും വിധിക്ക് വിട്ടുകൊടുത്ത് അവർ യാത്രയായി. ഇങ്ങനെയാണ് ആൻഡ്രേ തേവറ്റ് പറയുന്നത്. ഈ കഥ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒന്നാണ്. എങ്കിലും മാർഗരറ്റ് ഇത് നേരിട്ട് അയാളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് 2ാമത്തെ കഥയാണ് സത്യമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ 2 കഥയിൽ ഏതാണ് സത്യമെങ്കിലും അവസാനം സംഭവിച്ച കാര്യം ഇതാണ്. കുറച്ച് സിറ്റി ബ്ലോക്കുകളെക്കാളും അല്പം കൂടി വലിപ്പമുള്ള പാറകൾ നിറഞ്ഞൊരു ദ്വീപിന്റെ തീരത്ത് 3 പേർ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. മാർഗരറ്റ് ഡി ലാ റോക്ക്,
അവളുടെ കാമുകനായിട്ടുള്ള പീറി. എന്തു വന്നാലും തന്റെ യജമാനത്തെ ഉപേക്ഷിക്കില്ല എന്ന് തീരുമാനിച്ച വിശ്വസ്തയും ഐസിയുമായിട്ടുള്ള ഡാമീൻ എന്ന ദാസി. അവരുടെ കൈവശം 4 തോക്കുകൾ ഉണ്ടായിരുന്നു. ആർക്കബൈസുകൾ എന്നാണ് അത്തരം തോക്കുകൾ അറിയപ്പെടുന്നത്. കുറച്ച് വെടിക്കോപ്പുകളും വെടിമരുന്നുകളും ഏതാനും കത്തികളും തീ ഉണ്ടാക്കുവാനുള്ള ഉപകരണങ്ങളും ഒരു ബൈബിളും പിന്നെ കുറച്ച് റൊട്ടിയും റോബർവാൾ അവർക്ക് ഔദാര്യമായിട്ട് നൽകിയിരുന്നു. ഏതാനും ആഴ്ചകൾ പിടിച്ചു നിൽക്കുവാനായിട്ട് അത് ധാരാളം മതിയാവും. അതിനുശേഷം അവരുടെ ഭാവി ഇതാണ്: നരകിച്ചും ഒറ്റപ്പെട്ടും രോഗം ബാധിച്ചുമുള്ള മരണം. അവർക്ക് പിന്നിലായിട്ട് ബോറിയിൽ വനം നീണ്ടു നിവർന്നു കിടക്കുന്നു. ദ്വീപിന്റെ തീരത്തോട് ചേർന്ന് ബ്ലാക്ക് സ്പ്രൂസ്, വൈറ്റ് സ്പ്രൂസ്, ബാൾസം, ഫിർ തുടങ്ങിയ മരങ്ങൾ വെള്ളത്തോട് ചേർന്ന് തിങ്ങി വളർന്നു നിൽക്കുന്നു. അവർക്ക് മുൻപിലായിട്ട് റോബർവാളിന്റെ കപ്പൽ വ്യൂഹം പായ്മരങ്ങൾ ഉയർത്തി അവർ പുറപ്പെടുകയാണ്, 3 മനുഷ്യരെ മരണത്തിന് വിട്ടുകൊടുത്ത്. ഈ പര്യവേഷണം പൂർത്തിയാക്കിയ ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കഥയായിരുന്നു റോബർവാളും കൂട്ടരും പ്രചരിപ്പിച്ചത്. അവർ പീറിയെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിച്ചു. യാത്രയ്ക്കിടയിൽ അവൻ റോബർവാളിനെ ഒറ്റിക്കൊടുത്തു. കപ്പൽ കലാപത്തിന് ആസൂത്രണം ചെയ്തു. പര്യവേഷണം പരാജയപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. അതുവഴി വലിയൊരു രാജ്യദ്രോഹം ചെയ്തു. കഷ്ടകാലത്തിന് അവനൊരു ദ്രോഹിയാണെന്ന് തിരിച്ചറിയും മുൻപ് തൻ്റെ മരുമകളായ മാഗിയുമായിട്ട് അവൻ അടുത്തു. താൻ തന്നെയാണ് അവരുടെ വിവാഹം നടത്തിക്കൊടുത്തത്. അതിനുശേഷമാണ് അവൻ രാജ്യദ്രോഹിയാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഒരു കഥയാണ് റോബർവാളും കൂട്ടരും മെനഞ്ഞെടുത്തത്. അവളുടെ മാനം രക്ഷിക്കുവാനും തൻ്റെ കുടുംബപ്പേര് നശിക്കാതിരിക്കുവാനുമാണ് വിവാഹേതര ബന്ധത്തെ റോബർവാൾ വിവാഹബന്ധമായിട്ട് മാറ്റി പറഞ്ഞത്. അവൻ്റെ കൂടെ അർപ്പണബോധമുള്ള ഭാര്യയായിട്ട് ആ ദ്വീപിൽ ഇറങ്ങുവാനായിട്ട് അവളാണ് സ്വമനസ്സോടെ തീരുമാനമെടുത്തത്. ഒടുവിൽ തനിക്കതിന് വഴങ്ങേണ്ടി വന്നുവെന്ന് പറഞ്ഞ് അയാൾ ആ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതുവഴി രാജ്യസഭയിൽ റോബർവാൾ ബഹുമാനവും സഹതാപവും നേടിയെടുത്തു. അയാൾ വിചാരിച്ചതുപോലെയാണ് കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ നടന്നത്. പക്ഷേ പിന്നീടെല്ലാം മാറി മറിഞ്ഞു. 1542 ജൂൺ മാസത്തിൽ ഡെവിൾ ഐലൻഡിന്റെ തീരത്ത് അവശേഷിച്ചത് നിസ്സഹായരായിട്ടുള്ള 3 മനുഷ്യരാണ്. ദ്വീപിൽ ആദ്യത്തെ രാത്രി അവർ കഴിച്ചുകൂട്ടിയത് ഇങ്ങനെയാണ്: സ്പ്രൂസ് മരച്ചിലകൾ വെട്ടിയെടുത്ത് മണലിൽ കുത്തി നാട്ടി, പായ്മരത്തുണി വലിച്ചു കെട്ടി ഒരു കൂടാരം നിർമ്മിച്ചു. ദുർബലമായിട്ടുള്ള അഭയകേന്ദ്രത്തിൽ തിരിച്ചറിയുവാനായിട്ട് കഴിയാത്ത ശബ്ദങ്ങളുടെ നടുവിൽ പേടിച്ചു വിറച്ച 3 പേരും ചുരുണ്ടുകൂടി കിടന്നു. വെള്ളത്തിൽ ഉടനീളം സഞ്ചരിക്കുന്ന വാൾറസ് മത്സ്യങ്ങളുടെ ഇരമ്പലും പാറക്കൂട്ടങ്ങളിലെ സങ്കേതങ്ങളിൽ തമ്പടിച്ച ആയിരക്കണക്കിന് കടൽപ്പക്ഷികളുടെ ചിലക്കലും പാറകൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ ഏതാണ്ട് മനുഷ്യരുടെ അലർച്ച പോലെ തോന്നിപ്പിക്കുന്ന ശബ്ദം സൃഷ്ടിക്കുന്ന കാറ്റും അവരുടെ ഉറക്കം കളഞ്ഞു. അന്ന് രാത്രി അവസാനിച്ചു. പ്രഭാതം വന്നു. പകൽ വെളിച്ചത്തിൽ ദ്വീപിനെക്കുറിച്ച് അവർ നന്നായിട്ട് വിലയിരുത്തി. ഈ ദ്വീപിന് ഏകദേശം 4 മൈൽ നീളമുണ്ട്. ഏറ്റവും വീതിയുള്ള ഭാഗത്ത് 2 മൈൽ വീതിയുണ്ട്. കടൽ തീരം മുഴുവനും പാറക്കൂട്ടങ്ങളാണ്. ഉള്ളിലേക്ക് ഇടതൂർന്ന വനമാണ്. അത്ര വലിയ മരമൊന്നും ഇവിടെയില്ല. എങ്കിലും അവർക്ക് അതിജീവിക്കുവാനുള്ള വസ്തുക്കളും വിറകും നൽകുവാനായിട്ട് ഇത് ധാരാളമാണ്. ചെറിയ ചെറിയ അരുവികൾ ദ്വീപിൽ അവിടെ ഇവിടെയായിട്ട് കാണാം. അതിൽ നിറയെ ശുദ്ധജലവും. നിരന്തരമായിട്ടുള്ള മഞ്ഞും മഴയും മൂലം ശുദ്ധജലത്തിന് കുറവ് വരില്ല. അതും കൂടാതെ അവർക്ക് വേട്ടയാടുവാനായിട്ട് നിരവധി മൃഗങ്ങളും ഈ ദ്വീപിലുണ്ടായിരുന്നു. 3 മനുഷ്യർ അവരുടെ ജീവിതകാലം മുഴുവനും തിന്നാലും തീരാത്തയത്ര മൃഗങ്ങൾ. ലിറ്റിൽ ഐസ് ഏജിന്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് എഴുതപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ കാലത്ത്. ലിറ്റിൽ ഐസ് ഏജിനെ കുറിച്ച് 2 വാക്കുകൂടി പറഞ്ഞിട്ട് കഥയിലേക്ക് പോകാം. എങ്കിലാണ് ഈ കഥയുടെ പശ്ചാത്തലം കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവൂ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു കാലാവസ്ഥാ മാറ്റമായിരുന്നു ലിറ്റിൽ ഐസ് ഏജ്. ഏകദേശം 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1300 മുതൽ 1850 വരെ നീണ്ടുനിന്ന കാലഘട്ടമാണ് ലിറ്റിൽ ഐസ് ഏജ്. ഇത് ഭൂമിയെ ഒരു വെളുത്ത മഞ്ഞ് പുതപ്പിനുള്ളിലാക്കിയെന്ന് പറയാം. പൂർണ്ണമായിട്ടുള്ളൊരു മഞ്ഞുയുഗം ആയിരുന്നില്ലെങ്കിലും ലോകത്തിന്റെ താപനിലയിൽ പെട്ടെന്നുണ്ടായ ഈ കുറവ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് മാറ്റിമറിച്ചത്. മധ്യകാലഘട്ടത്തിലെ ഉഷ്ണതരംഗത്തിന് ശേഷം പെട്ടെന്നാണ് അന്തരീക്ഷം തണുക്കുവാനായിട്ട് തുടങ്ങിയത്. 1315 യൂറോപ്പിൽ നിർത്താതെ പെയ്ത മഴ കൃഷിയിടങ്ങളെ നശിപ്പിച്ചു. വിളവെടുക്കുവാനായിട്ട് ഒന്നുമില്ലാതെ ജനങ്ങൾ പട്ടിണിയിലായി. മൃഗങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങി. വടക്കൻ യൂറോപ്പിലെ ജനസംഖ്യയുടെ 10% ഈ മഹാക്ഷാമത്തിൽ ഇല്ലാതായത്. ഇതിനെ ചരിത്രം ഗ്രേറ്റ് ഹങ്കർ എന്ന് വിളിക്കുന്നു. വരുവാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ തുടക്കം മാത്രമായിരുന്നത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാഴ്ച ലണ്ടനിലെ തേംസ് നദി പൂർണ്ണമായിട്ടും ഐസായിട്ട് മാറിയതാണ്. നദിക്ക് മുകളിലൂടെ കുതിരവണ്ടികൾ ഓടിക്കുവാനും കച്ചവടം നടത്തുവാനും കഴിയുന്നത്ര തരത്തിൽ മഞ്ഞ് ഉറഞ്ഞുകൂടി. 1607-നും 1814-നും ഇടയിൽ ഏകദേശം 8 തവണ തേംസ് നദിയുടെ മുകളിലായിട്ട് വലിയ വ്യാപാര മേളകൾ നടന്നു. ഇതിനെ ഫ്രോസ്റ്റ് ഫെയറുകൾ എന്നാണ് വിളിക്കുന്നത്. ഐസിന് മുകളിലായിട്ട് നിരവധി കടകൾ നിരന്നു. കായിക വിനോദങ്ങൾ നടന്നു. എന്തിനേറെ, ആളുകൾ കാളപ്പോര് വരെ അവിടെ സംഘടിപ്പിച്ചു. ആൽപസ് പർവ്വതനിരകളിലെ മഞ്ഞുമലകൾ ഈ കാലത്ത് അതിവേഗം താഴേക്ക് വളരുവാനായിട്ട് തുടങ്ങി. ഭീമാകാരമായിട്ടുള്ള ഹിമാനികൾ ഗ്രാമങ്ങളിലേക്ക് ഇരച്ചു കയറി. വീടുകളും പള്ളികളും കൃഷിയിടങ്ങളും മഞ്ഞിന്റെ അടിയിലായി. സ്വിറ്റ്സർലൻഡിലെ പല പല ഗ്രാമങ്ങളും ഈ കാലഘട്ടത്തിൽ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായി. തങ്ങളുടെ ഗ്രാമത്തെ മഞ്ഞിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് പാതിരിമാർ ഐസ് മലകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തിയിരുന്നുവെന്ന് ചരിത്രം പറയുന്നു.
കഠിനമായ തണുപ്പ് കാരണം കൃഷി എന്നത് അസാധ്യമായി. ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഗോതമ്പ് പാടങ്ങൾ മരവിച്ചു പോയി. ഇതുമൂലം ഭക്ഷണത്തിന്റെ വില കുതിച്ചുയരുവാനായിട്ട് കാരണമായി. പോഷകാഹാരക്കുറവ് മൂലം പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ചു. ഐസ്ലൻഡിലെ ജനസംഖ്യ പകുതിയായി. ഗ്രീൻലാൻഡിൽ താമസിച്ചിരുന്ന വൈക്കിങ്ങുകൾ അതിശൈത്യം താങ്ങുവാൻ കഴിയാതെ ആ ദ്വീപ് തന്നെ ഉപേക്ഷിച്ചു പോയി. സയന്റിസ്റ്റുകൾ ഈ പ്രതിഭാസത്തിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് പറയുന്നത്. 1645 മുതൽ 1715 വരെയുള്ള കാലയളവിൽ സൂര്യനിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾ തീരെ കുറവായിരുന്നു. സൂര്യൻ പുറപ്പെടുവിക്കുന്ന ഊർജ്ജത്തിലുണ്ടായ ഈ കുറവ് ഭൂമിയെ വല്ലാതെ തണുപ്പിച്ചു. രണ്ടാമത്തെ കാരണം അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്. ഇന്തോനേഷ്യയിലെ മൗണ്ട് തമ്പോറ പോലെയുള്ള വലിയ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചപ്പോൾ അന്തരീക്ഷത്തിലേക്ക് ടൺ കണക്കിന് ചാരവും അതുപോലെ വാതകങ്ങളും വ്യാപിച്ചു. ഇത് സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമിയുടെ താപനില കുറയ്ക്കുകയും ചെയ്തു. 1816 തമ്പോറ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ വേനൽക്കാലമില്ലാത്ത വർഷം എന്നാണ് അത് അറിയപ്പെട്ടത്. സമുദ്രജല പ്രവാഹങ്ങൾ, അതായത് ചൂടുവെള്ളം പുറപ്പെടുവിക്കുന്ന കടൽ പ്രവാഹങ്ങൾ കുറഞ്ഞതും വടക്കൻ രാജ്യങ്ങളിൽ തണുപ്പ് വർദ്ധിപ്പിക്കുവാനായിട്ട് കാരണമായി. ലിറ്റിൽ ഐസ് ഏജ് ലോകമാസകലമുള്ള കലയെയും സ്വാധീനിച്ചിരുന്നു. വിഖ്യാത പെയിന്റർ പീറ്റർ ബ്രൂഗലിന്റെ ചിത്രങ്ങളിൽ കാണപ്പെടുന്ന മഞ്ഞു മൂടിയ ഗ്രാമങ്ങൾ അക്കാലത്തെ യഥാർത്ഥ കാഴ്ചകളാണ്. 1816 അതിശൈത്യമുള്ള വേനൽക്കാലത്ത് സ്വിറ്റ്സർലൻഡിലെ ഒരു മുറിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ അടച്ചിരിക്കേണ്ടി വന്നപ്പോഴാണ് മേരി ഷെല്ലി തന്റെ വിഖ്യാത നോവലായിട്ടുള്ള ഫ്രാങ്കൻസ്റ്റൈൻ എഴുതിയത്. 1850 വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ടും പ്രകൃതിദത്തമായിട്ടുള്ള മാറ്റങ്ങൾ മൂലവും ഭൂമി വീണ്ടും ചൂടാകുവാൻ തുടങ്ങി. അതോടെ ലിറ്റിൽ ഐസ് ഏജ് അവസാനിച്ചു. എങ്കിലും ഇന്നും തണുത്തുറഞ്ഞ ആ കാലഘട്ടത്തിലെ കഥകൾ ചരിത്രപ്രേമികളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ കഥയും നടക്കുന്നത്. 1542കളിൽ സെന്റ് ലോറൻസ് ഉൾക്കടലും അതുപോലെ പരിസര പ്രദേശങ്ങളും സമൃദ്ധി നിറഞ്ഞ ഒന്നാണ്. പ്രത്യേകിച്ചും ഡീമൺസ് ഐലൻഡിൽ ധാരാളം വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ദ്വീപിന്റെ തീരത്തുകൂടി അസംഖ്യം മാനുകൾ മേഞ്ഞു നടന്നു. ഹാർബർ സീലുകളും ഹാർപ്പ് സീൽ മത്സ്യങ്ങളും കോഡ് മത്സ്യങ്ങളും ഒരു പരവതാനി പോലെ ഈ ദ്വീപിന് ചുറ്റുമായിട്ട് നീന്തി നടക്കുന്നു. ഫ്രഞ്ച് മത്സ്യത്തൊഴിലാളികളും തിമിംഗല വേട്ടക്കാരും കോട്ട് ഫിഷർമാരും വേനൽക്കാലത്താണ് തിരക്ക് പിടിച്ച് ജോലി ചെയ്യാറ്. കാരണം വേനൽക്കാല സീസൺ വളരെ ചെറുതാണ്. ഐസേജിന്റെ ഫലമായിട്ട് ശൈത്യകാലമാണ് കൂടുതലും. ഇത്രയൊക്കെ വേട്ടയാടുവാനായിട്ട് സൗകര്യമുണ്ടെങ്കിലും വേനൽക്കാലത്ത് പോലും ഡീമൺസ് ഐലൻഡിലേക്ക് അവരാരും വരാറില്ല. കാരണം ഈ ദ്വീപിനെ അവർ അതുപോലെ പേടിച്ചിരുന്നു. അതുകൊണ്ട് ദ്വീപിൽ നിന്നും വളരെ അകലെയാണ് അവർ ബോട്ടുകൾ നിർത്തൂ. അതിൻ്റെ ഇപ്പുറത്തേക്ക് അടുക്കില്ല. അതുകൊണ്ട് തന്നെ 3 മനുഷ്യർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന കാര്യമൊന്നും ആരും അറിഞ്ഞുമില്ല. കുടിലിന്റെ ഉള്ളിലായിട്ട് കല്ലുകൾ കൊണ്ടൊരടുപ്പ് അവർ ഉണ്ടാക്കി. മെത്തയ്ക്ക് പകരമായിട്ട് സ്പ്രൂസ് മരച്ചിലകൾ വെട്ടിയെടുത്ത് അടുക്കി നിരത്തി. പീറിയാണ് അവർക്ക് വേണ്ട മൃഗങ്ങളെ വേട്ടയാടിയത്. കാട്ടിലൂടെ നടന്ന് ബെറിപ്പഴങ്ങളും ആഹാരയോഗ്യമായിട്ടുള്ള വേരുകളും കിഴങ്ങുകളും അതുപോലെ കിട്ടാവുന്ന ഔഷധ സസ്യങ്ങളും മാർഗരറ്റ് ശേഖരിച്ചു. പീറി വെടിവെച്ച് വീഴ്ത്തിയ മൃഗങ്ങളെ കശാപ്പ് ചെയ്യലും കൂടാരത്തിലെ തീ കെടാതെ സൂക്ഷിക്കലും അവളുടെ ചുമതലയാണ്. പ്രായമായെങ്കിലും വീട്ടുജോലികൾ കൈകാര്യം ചെയ്യുന്നതിൽ നല്ല പരിചയസമ്പന്നയാണ് ഡാമിയൻ. തന്നെ കൊണ്ട് ചെയ്യുവാനായിട്ട് കഴിയുന്ന സഹായങ്ങൾ അവരും ചെയ്തു. ആഹാരം കേടുകൂടാതെ സൂക്ഷിക്കുക, ആഹാരം തയ്യാറാക്കുക, അവരുടെ ആ ചെറിയ കൂടാരവും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അങ്ങനെ തുടങ്ങിയ ജോലികൾ അവരാണ് ഏറ്റെടുത്തത്. ഇവരുടെ കയ്യിലുള്ളത് ആർക്കബൈസ് ഗണ്ണുകളായിരുന്നു. എന്നുവെച്ചാൽ സ്പാർക്ക് മൂലം പ്രവർത്തിക്കുന്ന തോക്ക്. ഇത്തരം തോക്കുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. റേഞ്ചും വളരെ കുറവാണ്. എങ്കിലും 50 മുതൽ 100 മീറ്റർ വരെ ഉള്ളിലുള്ള വലിയ മൃഗങ്ങളെ ഇതുകൊണ്ട് വെടിവെച്ചിടാം. ഇതിന്റെ പ്രവർത്തന രീതി ഇങ്ങനെയാണ്. ആദ്യം ഒരു തുണി നീളത്തിൽ തിരി പോലെ തെറുത്ത് തോക്കിന്റെ വശത്തായിട്ട് ട്രിഗറുമായിട്ട് ബന്ധിപ്പിച്ച ഒരു കുഴലി കയറ്റി വയ്ക്കണം. തിരിയുടെ അറ്റത്ത് സാവധാനം എരിഞ്ഞു കത്തുന്ന തീ ഉണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ കനൽ അണയാതെ ഊതിക്കൊടുക്കണം. എന്നിട്ട് ബാരലിൽ വെടിമരുന്ന് നിറച്ച് ഒരു ചെറിയ തുണിയിൽ ലെഡിന്റെ ബോൾ ഇട്ട് കുഴലിലേക്ക് ഇടിച്ച് നിറയ്ക്കണം. പിന്നെ ട്രിഗർ അമർത്തുമ്പോൾ കത്തുന്ന ഈ തിരി വെടിമരുന്നിൽ മുട്ടും. മരുന്നിന് തീ പിടിച്ച് വെടിയും പൊട്ടും. ഈ തോക്കിന്റെ മറ്റൊരു പോരായ്മയുണ്ട്. മഴയും മഞ്ഞുമുള്ള സമയത്ത് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു വടിക്ക് പകരം ഉപയോഗിക്കാം, അത്രമാത്രം. ഡീമൺസ് ഐലൻഡിൽ എത്തിയ ശേഷം കടന്നു വന്ന ആദ്യത്തെ വേനൽക്കാലത്തും ശരത്കാലത്തും അവർ നിരവധി മൃഗങ്ങളെ വേട്ടയാടി. കരിബോ മാനുകളെയും പാറകളിൽ കയറി കിടക്കുന്ന സീലുകളെയും കറുത്ത കരടികളെയും പേറി വെടിവെച്ചു. ശാന്തമായിട്ടുള്ള കാലാവസ്ഥയിൽ കഴിയും പോലെ അവർ മീൻ പിടിച്ചു. ക്ലൗഡ് ബെറി, ലിങ്കൺ ബെറി, ബ്ലൂബെറി, ക്രോബെറി തുടങ്ങിയ പഴങ്ങൾ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചു. ഇവയെല്ലാം കലോറിയെ കൂടാതെ ധാരാളം വിറ്റാമിൻ സി ഉള്ള പഴങ്ങളാണ്. കരുതലായിട്ടുണ്ടായിരുന്ന റൊട്ടിയും മറ്റും വൈകാതെ തീർന്നു. അതിനുശേഷം അവർ മൃഗങ്ങളുടെ മാംസവും മറ്റും കഴിച്ചാണ് അതിജീവിച്ചത്. അതിന്റെ അർത്ഥം ദ്വീപിൽ ഉപേക്ഷിക്കപ്പെട്ട ആഴ്ചകൾക്കുള്ളിൽ അവരുടെ കരുതൽ ഭക്ഷണം തീർന്നുവെന്നും പിന്നീട് ദ്വീപിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് അതിജീവിച്ചത് എന്നുമാണ്. വേനൽക്കാലം മുതൽ ശരത്കാലത്തിന്റെ തുടക്കം വരെ അവരുടെ നല്ല സമയമാണ്. വേട്ടയാടാം, മീൻ പിടിക്കാം, കാലാവസ്ഥയും അനുകൂലമാണ്. എന്നാൽ ലിറ്റിൽ ഐസ് ഏജ് കാലഘട്ടത്തിൽ സെന്റ് ലോറൻസ് ഉൾക്കടലിലെ ശരത്കാലം അത്ര നല്ലതല്ല. സെപ്റ്റംബർ ആകുമ്പോഴേക്കും താപനില അതിവേഗത്തിൽ കുറയും. ഒക്ടോബർ ആകുമ്പോഴേക്കും ആദ്യത്തെ മഞ്ഞുവീഴ്ച ആരംഭിക്കും. ആ സമയത്ത് മരക്കൊമ്പുകൾ, ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ,
അങ്ങനെ തുടങ്ങി കയ്യിൽ കിട്ടുന്ന കത്തുന്ന എന്തും അവർ വിറകിന് വേണ്ടിയിട്ട് ശേഖരിക്കണം. മഞ്ഞുകാലത്തെ വേട്ടയാവട്ടെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് അറിയാവുന്നതുകൊണ്ട് വേനൽക്കാലത്ത് കഴിയുന്നത്ര മാംസം ശേഖരിച്ച് പുകയിട്ട് ഉണക്കി കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം വരുന്ന രാത്രികൾക്ക് നീളമേറും. ജൂൺ മാസത്തിൽ 16 മണിക്കൂർ പകൽ വെളിച്ചമുണ്ടായിരിക്കും. എന്നാൽ അത് സെപ്റ്റംബറിൽ 12 മണിക്കൂറായിട്ട് കുറയും. ഡിസംബർ ആകുമ്പോഴേക്കും 8 മണിക്കൂറുമാവും. കടൽ മുഴുവനും മഞ്ഞുമലകൾ ഒഴുകി നടക്കും. വരുന്ന വസന്തകാലം വരണം മഞ്ഞുരുകുവാനായിട്ട്. അതുവരെ യാതൊരു കപ്പലും ഇതുവഴിക്ക് കടന്നു പോവില്ല. ചിലപ്പോൾ 6 മാസങ്ങൾ വരെ ഈ പ്രതിഭാസം നീണ്ടു നിൽക്കും. അതിനുശേഷമാണ് മഞ്ഞുരുകൂ. ചുരുക്കത്തിൽ അവർ ഇവിടെ കുടുങ്ങിയിരിക്കുന്നു. രക്ഷപ്പെടുവാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. നിരാശരായിട്ടുള്ള 3 ആളുകൾ, ഒരു ചെറിയ ടെന്റ്, അതിൽ ഉണങ്ങി അടുക്കി വെച്ചിരിക്കുന്ന മത്സ്യവും മാംസവും, വൈകാതെ കടന്നു വരുന്ന ഭയപ്പെടുത്തുന്ന ആർട്ടിക് ശൈത്യകാലം, ഇരുട്ടും തണുപ്പും, അതുമാത്രമാണ് അവർക്ക് മുൻപിലുള്ളത്. കൂടാരത്തിന്റെ ഉള്ളിൽ തണുപ്പകറ്റുവാനായിട്ട് അവർ അണയാതെ നിരന്തരമായിട്ട് വിറക് കത്തിച്ചു. ബോറിയൽ മരങ്ങളുടെ വിറകാണ് സമീപത്തുള്ളത്. ഇത് കത്തിക്കുമ്പോൾ തീവ്രമായിട്ടുള്ള ചൂട് ലഭിക്കുമെങ്കിലും അത് വേഗത്തിൽ കത്തിത്തീരും. മറിച്ച് സ്പ്രൂസ് ഫിർ മരങ്ങളുടെ വിറകാണെങ്കിൽ അത്ര വേഗം കത്തിത്തീരില്ല. അതുപോലെയാണ് ബിർച്ച് മരങ്ങളും. പക്ഷേ ഈ മരങ്ങൾ സമീപത്തെങ്ങുമില്ല. അത് ശേഖരിക്കുവാനായിട്ട് കുറച്ചു ദൂരം ഉള്ളിലേക്ക് പോകണം. നിരന്തരമായിട്ടുള്ള തീ കത്തിക്കൽ മൂലം അസഹനീയമായിട്ടുള്ള പുക ആ ചെറിയ കൂടാരത്തിന്റെ ഉള്ളിൽ തളം കെട്ടി. എല്ലാവരുടെയും കണ്ണുകൾ നീറി. അവരുടെ മുഖങ്ങളിൽ കരിയുടെ ഒരു നേർത്ത പാളി വീണു. തീ ഒന്നണഞ്ഞാൽ മതി, 3 പേരും തണുത്തുറഞ്ഞു മരിക്കും. അതാണ് അവസ്ഥ. അവർക്കിപ്പോൾ പ്രാകൃതമായിട്ടുള്ള രോമകുപ്പായങ്ങളുണ്ട്. വേട്ടയാടിയ കരടികളുടെ തോലും കരിബോ മാനിന്റെ തോലും അങ്ങനെ തുടങ്ങി തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകുന്ന എന്തും അവർ ധരിച്ചു. സീലുകളുടെ തോൽ കൊണ്ടുള്ള പ്രാകൃതമായിട്ടുള്ള ബൂട്ടുകൾ അവർ നിർമ്മിച്ചു. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന പഴഞ്ചൊല്ല് ഇവിടെ യാഥാർത്ഥ്യമായി. വൈകാതെ അവർ കരുതി വെച്ച ഭക്ഷണശേഖരം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കുറഞ്ഞു. പുകയിട്ടുണങ്ങിയ മാംസം അതിജീവനത്തിന് സഹായിക്കുന്നുണ്ടെങ്കിലും മനുഷ്യർക്ക് ജീവിക്കുവാനായിട്ട് മാംസം മാത്രം മതിയാവില്ല. കൂടാതെ മഞ്ഞുകാലത്തെ വേട്ടയാടലാവട്ടെ വളരെ പ്രയാസം പിടിച്ച ഒന്നാണ്. പിയറിക്ക് കനത്ത മഞ്ഞിലൂടെ മൃഗങ്ങളുടെ കാൽപ്പാടുകൾ പിന്തുടരേണ്ടി വരും. ചിലപ്പോൾ ഇരയ്ക്ക് വേണ്ടിയിട്ട് അനങ്ങാതെ കാത്തിരിക്കേണ്ടി വരും. മൃഗം അടുത്തെത്തിയാൽ പോലും ചിലപ്പോഴൊക്കെ തണുത്തു മരവിച്ച വിരലുകൾ കൊണ്ട് കൃത്യമായിട്ട് വെടിവെക്കുവാൻ കഴിഞ്ഞൊന്നും വരില്ല. ജനുവരി മാസത്തിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയുടെ ആദ്യമോ ആണ് ഒന്നാമത്തെ ദുരന്തം ദ്വീപിൽ സംഭവിച്ചത്. പിയറി പൊടുന്നനെ രോഗബാധിതനായി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന സ്കർവി രോഗമായിരുന്നു അവനെ ബാധിച്ചത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അയാളുടെ ശരീരം വല്ലാതെ വീർത്തു. ശരീരം ആസകലം വെള്ളം കെട്ടി. വൈകാതെ മാഗി ആ ദ്വീപിൽ അനാഥയാക്കി അയാൾ മരണത്തിന് കീഴടങ്ങി. ഈ കഥയിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം, സ്കർവി രോഗത്തിനുള്ള മരുന്ന് അവർക്ക് മുൻപിൽ ആ ദ്വീപിൽ തന്നെ ഉണ്ടായിരുന്നു. വിറ്റാമിൻ സി ധാരാളമുള്ള ദേവദാരു മരത്തിന്റെ ഇലകളും പുറം തൊലിയും ഉപയോഗിച്ച് തിളപ്പിച്ചെടുക്കുന്ന ചായയായിരുന്നു അക്കാലത്ത് സ്കർവിക്കുള്ള ഏറ്റവും നല്ല മരുന്ന്. ഈ അറിവ് 6 വർഷം മുൻപ് സെന്റ് ലോറൻസിലെ തദ്ദേശീയയിൽ നിന്നും നാവികനായ ജാക്കോസ് കാർട്ടിയർ പഠിച്ചിരുന്നു. ഇതേ കാർട്ടിയറെയാണ് കപ്പൽ യാത്രയിൽ വെച്ച് റോബർ വാളും കൂട്ടരും അന്ന് കണ്ടുമുട്ടിയത്. അന്ന് അയാൾ അവർക്ക് ആ അറിവ് പകർന്നു കൊടുക്കാതെ അവരോട് യാത്രയും പറഞ്ഞ് പിരിയുകയാണ് ചെയ്തത്. മാർഗരറ്റിനും പേറിക്കും ഡാമീനും ഈ അറിവ് കിട്ടിയിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും പേറി സ്കർവി രോഗം ബാധിച്ച് അവിടെ വെച്ച് മരിക്കില്ലായിരുന്നു. കാരണം അവരുടെ ചുറ്റും നിരവധി ദേവദാരു വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ദേവദാരു വൃക്ഷത്തിന്റെ ഇലകളിൽ വിറ്റാമിൻ സി സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇലകൾ പൊട്ടിച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മാത്രം മതിയായിരുന്നു അയാളുടെ രോഗം ഭേദമാകുവാനായിട്ട്. ചുരുക്കത്തിൽ അറിവില്ലായ്മ മൂലം ഔഷധങ്ങളുടെ നടുവിൽ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് നരകിച്ച് പാവം പേറി മരണപ്പെട്ടു. ഒരു ഭാര്യ എന്ന നിലയിൽ തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും പേറിക്ക് വേണ്ടി മാഗി ചെയ്തു. മരണാസന്നനായിട്ടുള്ള അവന്റെ അടുക്കൽ നിന്നും ഒരു നിമിഷം പോലും അവൾ മാറിയില്ല. അവൾ അവനെ ഒരു ഡോക്ടറും അതുപോലെ അന്ത്യകുമ്പസാരം കേൾക്കുന്ന വൈദികനുമായി. കൈവശമുള്ള ബൈബിളിലെ പുതിയ നിയമം വായിച്ചു കേൾപ്പിച്ച് അവന് മനഃശാന്തി നൽകുവാനായിട്ട് ശ്രമിച്ചു. ദ്വീപിൽ കുടുങ്ങി 8 മാസത്തിന്റെ ഉള്ളിൽ പേറി മരിച്ചുവെന്ന് കരുതപ്പെടുന്നു. അവന്റെ മരണശേഷമാണ് മാർഗരറ്റ് മറ്റൊരു പ്രതിസന്ധി നേരിട്ടത്. കാരണം പേറിയെ അടക്കം ചെയ്യുവാനായിട്ട് നിർവാഹമില്ല. ശൈത്യം മൂലം അവിടെയുള്ള മണ്ണ് കല്ലുപോലെ കട്ടിയായിട്ട് മാറിയിരുന്നു. കൈവശമുള്ള കത്തിയും മരക്കമ്പും കൊണ്ട് ഒരു ശവക്കുഴി തീർക്കുവാനായിട്ട് മാർഗരറ്റ് കിണഞ്ഞു ശ്രമിച്ചു. പക്ഷേ ഏതാനും ഇഞ്ചിലധികം മണ്ണ് കുഴിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ തറനിരപ്പിൽ നിന്നും അധികം ആഴമില്ലാത്ത ഒരു ചെറിയ കുഴിയെടുത്ത് ആ കുഴിയിൽ അവനെ അടക്കം ചെയ്തു. പിന്നീട് സംഭവിച്ചത് ഇതാണ്. പരിസരത്തുള്ള മൃഗങ്ങൾ ജഡത്തിന്റെ സാന്നിധ്യം മണത്തറിഞ്ഞു. പീറിയുടെ ജഡം തിന്നുവാനായിട്ട് അവർ ഓടി വന്നു. മാർഗരറ്റ് കൂടാരത്തിൽ നിന്നുകൊണ്ട് തോക്കെടുത്ത് അവയ്ക്ക് നേരെ വെടിവെച്ചു. അങ്ങനെ അവൾ തന്റെ ഭർത്താവിന്റെ ജഡം അവരിൽ നിന്ന് സംരക്ഷിച്ചു. എത്ര തവണ അവൾ വെടിവെച്ചുവെന്ന് നമുക്കറിയില്ല. ആ സമയത്തെ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്കത് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. അവൾക്ക് തന്റെ കാമുകനെ നഷ്ടമായിരിക്കുന്നു. ആരും സഹായത്തിന് വരാത്തൊരു ദ്വീപിൽ കുടുങ്ങിക്കിടക്കുന്നു. നിസ്വാർത്ഥമായിട്ടുള്ള പ്രണയം അവൾക്ക് നൽകിയ സമ്മാനം നിരാശ മാത്രമാണ്. അവൾ ക്ഷീണിതയാണ്, തളർന്നവളാണ്, ദുഃഖിതയാണ്.
ഒരുപക്ഷെ ഈ സമയത്ത് മാഗിയുടെ സ്ഥാനത്ത് മറ്റൊരു യുവതി ആയിരുന്നുവെങ്കിൽ പിയറിയുടെ ജഡത്തെ മൃഗങ്ങൾക്ക് വിട്ടുകൊടുത്ത് തന്റെ അതിജീവനത്തിനു വേണ്ടി മിച്ചമുള്ള വെടിക്കോപ്പുകളും മറ്റും സംരക്ഷിക്കുവാനേ തീരുമാനിക്കൂ. അതുതന്നെയാണ് യുക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പും. എന്നാൽ മാഗി ചെയ്തത് അങ്ങനെയല്ല. അവൾ ആ വേട്ടമൃഗങ്ങൾ പിന്മാറും വരെ അവയ്ക്ക് നേരെ വെടിവെച്ചു. ഈ പ്രവൃത്തി കൊണ്ട് നിലവിലെ അവസ്ഥയിൽ യാതൊരു മാറ്റവും വരില്ല. സത്യത്തിൽ അവളുടെ ഈ ചെറുത്തുനിൽപ്പ് അർത്ഥശൂന്യമാണ്. എങ്കിലും ചില അപമാനങ്ങൾക്കെതിരെ അവൾക്ക് പോരാടണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒടുവിൽ വസന്തകാലം ആഗതമായി. ആഴത്തിൽ കുഴിയെടുക്കുവാനായിട്ട് പാകത്തിന് നിലത്തെ മണ്ണ് സജ്ജമായി. വൈകാതെ ടെന്റിൽ നിന്നും അല്പം മാറിയിട്ട് തനിക്ക് കാണാവുന്ന അകലത്തിൽ മാർഗരറ്റ് ആഴത്തിലൊരു കുഴിയെടുത്തു. എന്നിട്ട് തൻ്റെ എല്ലാമായ പിയറിയെ അവിടെ അടക്കം ചെയ്തു. ആ മൺകൂനയ്ക്ക് മുകളിലായിട്ട് 2 കമ്പ് വെട്ടിയെടുത്ത് ഒരു കുരിശ് നിർമ്മിച്ച് നാട്ടി നിർത്തി. ഇനി അവന് സമാധാനമായിട്ട് ഉറങ്ങാം. ഒരു ജീവിയും തൻ്റെ പ്രിയപ്പെട്ടവനെ ശല്യം ചെയ്യില്ല. ഇപ്പോൾ ദ്വീപിൽ 2 പേരാണ് അവശേഷിക്കുന്നത്, മാർഗരറ്റും ഡാമിയനും. ഇതിനിടയിലാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം അവൾ മനസ്സിലാക്കിയത്. മൂന്നാമത് ഒരാൾ കൂടി അവർക്കിടയിലേക്ക് വരുന്നു. താനിപ്പോൾ ഗർഭിണിയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അടിയായിരുന്നു ഈ തിരിച്ചറിവ്. സെന്റ് ലോറൻസ് ഉൾക്കടലിൽ വസന്തകാലം വളരെ പതുക്കെയാണ് എത്തുക. ആദ്യം പ്രധാന വൻകരയോട് ചേർന്നുള്ള ഭാഗത്തും പിന്നീട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഡീമൺസ് ഐലൻഡ് പോലെയുള്ള ദ്വീപുകളിൽ നിന്നും മഞ്ഞുപാളികൾ ഉടയുവാനായിട്ട് തുടങ്ങും. അതുവഴി സമുദ്രജലം ദൃശ്യമാകും. പിന്നെ മഞ്ഞുകട്ടകൾ വേർപെട്ട് അങ്ങിങ്ങായിട്ട് ഒഴുകി നടക്കും. അത്തരം മഞ്ഞുപാളികളിൽ ഹാർബർ സീലുകൾ വിശ്രമിക്കും. ദ്വീപിൽ നിന്നും കടലിലേക്ക് ഒഴുകുന്ന ചെറിയ അരുവികളിലൂടെ മീനുകൾ മുട്ടയിടുവാനായിട്ട് കയറി വരും. ആ വർഷത്തെ വസന്തകാലം വന്നു. അപ്പോഴേക്കും മാർഗരറ്റിന്റെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ദ്വീപിൽ ഉപേക്ഷിക്കപ്പെടുന്ന സമയത്ത് അവൾ ഗർഭിണിയായിരുന്നോ, അല്ലെങ്കിൽ ദ്വീപിൽ വെച്ചാണോ ഗർഭം ധരിച്ചത് എന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. 1542 ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ആയിരിക്കാം ഗർഭധാരണം നടന്നത് എന്ന് അനുമാനിക്കാം. കൂനിന്മേൽ കുരു എന്ന പോലെയായ കാര്യങ്ങൾ. ഒന്നാമതേ മതിയായിട്ടുള്ള പോഷകാഹാരം അവർക്കില്ല. പിയറിയുടെ മരണത്തോടെ പ്രധാനപ്പെട്ട ഒരു വേട്ടക്കാരനാണ് ഇല്ലാതായത്. ശരിക്കും പഴയതുപോലെ ആഹാരം കണ്ടെത്തുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ. എന്തിനും ഏതിനും ഗർഭിണിയായ മാഗി തന്നെ മുന്നോട്ടിറങ്ങണം. ഒരു ജോലിക്കാരി എന്നതിലപ്പുറം ഡാമിയനും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യുവാനില്ല. കാരണം അവർ ഒരു വയറ്റാട്ടിയല്ല. വൈകാതെ പ്രസവ സമയം അടുത്തു. ഡാമിയൻ തനിക്ക് കഴിയും പോലെ മാഗിയെ സഹായിച്ചു. 1543 വസന്തകാലത്തിന്റെ അവസാനമോ വേനൽക്കാലത്തിന്റെ ആദ്യമോ ആയിരിക്കണം അവൾ പ്രസവിച്ചത്. കുട്ടിയാണോ പെണ്ണോ എന്നും നമുക്കറിയില്ല. കാരണം ഒരിടത്തും ലിംഗഭേദം രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പ്രസവത്തോടെ അവരുടെ അവസ്ഥ വീണ്ടും പരിതാപകരമായി. 2 മുതിർന്നവർക്ക് കഷ്ടിച്ചു കിടക്കുവാൻ മാത്രം സ്ഥലമുള്ള ഒരു കൂടാരത്തിൽ ഇപ്പോൾ പുതിയ ഒരാൾ കൂടിയുണ്ട്. അടുപ്പിൽ നിന്നുമുള്ള ചൂടല്ലാതെ മാഗിക്ക് ആശ്വാസം നൽകുവാനായിട്ട് മറ്റൊന്നുമില്ല. അവൾക്കിപ്പോൾ വേദന സംഭാരികൾ ആവശ്യമാണ്. അത് പോയിട്ട് പ്രസവാനന്തരം തന്നെയും കുഞ്ഞിനെയും തുടയ്ക്കുവാനുള്ള വൃത്തിയുള്ള തുണികൾ പോലുമില്ല. എങ്കിലും കാര്യങ്ങളെല്ലാം എങ്ങനെയോ ഭംഗിയായിട്ട് അവസാനിച്ചു. നിരാശ നിറഞ്ഞ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രതീക്ഷയുടെ ഒരു പുൽനാമ്പായിരുന്നു ആ കുട്ടി. പക്ഷെ ആ ഭാഗ്യത്തിന് മൽപ്പായുസായിരുന്നു. പോഷകാഹാരക്കുറവ് കാരണം ആവശ്യത്തിന് പാൽ ഉൽപ്പാദിപ്പിക്കുവാൻ മാർഗരറ്റിന് കഴിഞ്ഞില്ല. വിശന്നു കരയുന്ന കുഞ്ഞിനെ നോക്കി കരയുകയല്ലാതെ അവൾക്ക് മുൻപിൽ മറ്റു വഴികളില്ലായിരുന്നു. തന്നാൽ കഴിയും പോലെ അവരെ പരിചരിക്കുവാനായിട്ട് ഡാമിയൻ ശ്രമിച്ചു. പിന്നീട് വന്ന ദിവസങ്ങളിൽ അവരായിരുന്നു തീ കെടാതെ സൂക്ഷിച്ചതും അതിനുവേണ്ട വിറക് ശേഖരിച്ചതും അതുപോലെ പഴങ്ങളും മറ്റും കണ്ടെത്തുവാനായിട്ട് വനത്തിലേക്ക് കയറിയതും. മുലയൂട്ടുന്ന ഒരമ്മയ്ക്ക് പ്രതിദിനം ഏകദേശം 500 അധിക കലോറി ആവശ്യമാണ്. അതുപോലെ പ്രോട്ടീനും കൊഴുപ്പും വിറ്റാമിനുകളും അടങ്ങിയ ആഹാരം വേണം. പ്രസവിച്ച ഒരു സ്ത്രീയുടെ ശരീരം അവളുടെ ശരീരത്തിനേക്കാളും കൂടുതലായിട്ട് കുഞ്ഞിന്റെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകുക. ജനിച്ചു വീണ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആ കുട്ടി മരിച്ചു. പിയറിയുമായിട്ട് അവളെ ബന്ധിപ്പിക്കുന്ന അവസാനത്തെ കണ്ണിയും അതോടെ അറ്റു. നിറ കണ്ണുകളോടെ ആ കുഞ്ഞു ജഡം പിതാവിന്റെ കുഴിമാടത്തിനോട് ചേർന്ന് ഇരുവരും ചേർന്ന് സംസ്കരിച്ചു. ആ കുഴിമാടത്തിൽ ചെറിയൊരു മരക്കുരിശും നാട്ടി. വൈകാതെ 1543 വേനൽക്കാലം കടന്നു വന്നു. ഇപ്പോൾ 2 സ്ത്രീകൾ മാത്രമാണ് ആ ദ്വീപിലുള്ളത്. പ്രസവത്തിന്റെ അവശതയും കുട്ടി നഷ്ടപ്പെട്ട ദുഃഖവും മാഗിയെ തകർത്തു. അതോടൊപ്പം പ്രായാധിക്യം മൂലം അനുദിനം ഡാമിയൻ ദുർബലയായിട്ട് വരികയാണ്. അവർക്കിപ്പോൾ പഴയതുപോലെ ഏറ്റു നടക്കുവാനോ ജോലി ചെയ്യുവാനോ കഴിയുന്നില്ല. സദാസമയത്തും കൂടാരത്തിൽ കിടപ്പാണ്. മാഗിക്ക് ഇപ്പോൾ തന്റെ പരിചാരികയെ പരിചരിക്കേണ്ട അവസ്ഥ വന്നു. ഒരു ദിവസം അനിവാര്യമായിട്ടുള്ള ദുരന്തവും സംഭവിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചതുമാണ്. ഡാമിയന്റെ മരണകാരണം എന്താണെന്ന് ഒരിടത്തും പറയുന്നില്ല. ഒരു വൃത്തശരീരം അതിന്റെ പരിധിക്കും അപ്പുറം യാതനകൾ അനുഭവിച്ചു. അതുതന്നെയാവണം കാരണം. അവരെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കുക. തന്റെ യജമാനത്തിയുടെ കൂടെ അവരും കപ്പൽ കയറി. അവരെ ദ്വീപിൽ ഉപേക്ഷിച്ച സമയത്ത് സ്വമനസ്സോടെ അവർക്കൊപ്പം നിലയുറപ്പിച്ചു. അതിജീവനത്തിന് വേണ്ടിയിട്ട് തന്നാൽ കഴിയുന്ന എല്ലാം അവർക്ക് വേണ്ടി ചെയ്തു. വിറക് ശേഖരിച്ചു. തീ കെടാതെ സൂക്ഷിച്ചു. ആഹാരം തയ്യാറാക്കി. പിയറിയെയും കുഞ്ഞിനെയും അടക്കം ചെയ്യുവാനായിട്ട് ഒപ്പം നിന്നു. ഒരു വൃത്തശരീരം തകരുവാനും അതിൻ്റെ സ്പന്ദനം നിലയ്ക്കുവാനും ഇതിലധികം എന്തു വേണം? എന്നാൽ മാഗിയെ സംബന്ധിച്ച് ഡാമിയന്റെ മരണം മറ്റു മരണത്തെക്കാളും വലിയ ആഘാതമാണ് നൽകിയത്.
പിയറിയുടെ മരണം അവൾക്ക് സമ്മാനിച്ചത് അളവില്ലാത്ത ദുഃഖവും അതുപോലെ കുട്ടിയുടെ മരണം നൽകിയത് വൈകാരികമായിട്ടുള്ള തകർച്ചയുമായിരുന്നു. എന്നാൽ ഡാമിയന്റെ മരണം നൽകിയത് നരകതുല്യമായിട്ടുള്ള ഒറ്റപ്പെടലായിരുന്നു. ഒന്ന് സംസാരിക്കുവാനോ ആശ്വാസവാക്കുകൾ പറയുവാനോ ആരുമില്ല. അവളും ആ ദ്വീപും മാത്രം പിന്നെ അവശേഷിച്ചു. പിയറിയുടെയും കുഞ്ഞിന്റെ ശവക്കുഴിയോട് ചേർന്ന് മറ്റൊരു കുഴി കൂടി കുഴിച്ചു. അതിൽ ഡാമിയനെ അവൾ അടക്കം ചെയ്തു. മൂന്നാമതൊരു കുരിശും കൂടി ആ ദ്വീപിൽ ഉയർന്നു. അവൾ തനിച്ചായി. എങ്കിലും മാഗി അതിജീവിച്ചു. ഇതുവരെയുള്ള ദൈനംദിന ജീവിതത്തിന്റെ താളം അങ്ങനെ തന്നെ നിലനിർത്തി. ടെന്റിലെ തീ കെടാതെ സൂക്ഷിക്കുക, എല്ലാ ദിവസവും ദ്വീപിൽ സ്ഥാപിച്ച കെണികൾ പരിശോധിക്കുക, കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ വേട്ടയാടുക, വേട്ടയാടി പിടിച്ച മൃഗങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുക. അങ്ങനെ ദിനചര്യകൾ തിരക്ക് പിടിച്ചതായി. ഒരു ദിവസം താൻ 3 കരടികളെ വെടിവെച്ച് കൊന്നുവെന്ന് മാർഗരറ്റ് തന്നോട് പറഞ്ഞുവെന്ന് തേവറ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് മുട്ട പോലെ വെളുത്തതായിരുന്നു. അങ്ങനെയാണ് അവൾ പറഞ്ഞത്. മാഗി പറഞ്ഞത് പ്രകാരം അതൊരു ധ്രുവക്കരടിയാകുവാനാണ് സാധ്യത. അന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാത്തൊരു പ്രസ്താവനയായിരുന്നു അത്. എന്നാൽ ഇന്ന് ആധുനിക ചരിത്രകാരന്മാർ മാഗി പറഞ്ഞത് 100% സത്യമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം തേവറ്റ ഈ ലേഖനം എഴുതുന്ന 1570കളിൽ യൂറോപ്യന്മാർക്ക് ധ്രുവക്കരടികളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അങ്ങനെ ഒരു ജീവി ഉള്ളതായിട്ട് അവർ കേട്ടിട്ട് പോലുമില്ല. ഇതെഴുതിയ തേവറ്റും അങ്ങനെ ഒരു ജീവിയെക്കുറിച്ച് കേട്ടിട്ടില്ല. എങ്കിലും മാർഗരറ്റ് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അത് രേഖപ്പെടുത്തി. പിൽക്കാലത്ത് അങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് തെളിയുകയും ചെയ്തു. ലിറ്റിൽ ഐസേജ് കാലഘട്ടത്തിൽ ധ്രുവക്കരടികൾ ഇന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് തെക്കോട്ട് സഞ്ചരിച്ചിരുന്നു. അങ്ങനെ മഞ്ഞുപാളികളിലൂടെ സഞ്ചരിച്ച അവയിൽ ഒരെണ്ണം സെന്റ് ലോറൻസ് ഉൾക്കടലിലെ ഒരു ദ്വീപിൽ എത്തുക എന്നുള്ളത് വളരെ അപൂർവമാണെങ്കിലും അത് സാധ്യമാണ്. വളരെ അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളാണ് ധ്രുവക്കരടികൾ. പ്രായപൂർത്തിയായിട്ടുള്ള ഒരു കരടിക്ക് 600 കിലോയോളം ഭാരമുണ്ടാവും. പിന്നിലെ കാലുകളിൽ ഉയർന്നു നിന്നാൽ 3 മീറ്റർ ഉയരം വരും. ഒരു മാച്ചിലോക്ക് ആർക്ക്ബേസ് മാത്രം കൈവശമുള്ള ഒരു സ്ത്രീ ആ മൃഗത്തെ ഒറ്റയ്ക്ക് നേരിട്ടു എന്ന യാഥാർത്ഥ്യം ഞെട്ടിക്കുന്ന ഒന്നാണ്. അസാധാരണമായിട്ടുള്ള ധൈര്യമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള നിരാശയോ അതിന് വേണം. മരിച്ചാൽ മരിക്കട്ടെ എന്ന മനോഭാവം, ഇത് രണ്ടും വേണ്ടുവോളം മാഗിക്കുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ജീവിയെ കൊല്ലുവാനായിട്ട് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അതുവഴി 400 മുതൽ 600 കിലോഗ്രാം ഇറച്ചി കിട്ടും. മാസങ്ങളോളം വിളക്കിലൊഴിക്കുവാനായിട്ടുള്ള എണ്ണയും തീ കത്തിക്കുവാനുള്ള കൊഴുപ്പും കിട്ടും. കൂടാരത്തിന്റെ ഉള്ളിൽ വിരിക്കുവാനും ശൈത്യകാല കുപ്പായം തുന്നുവാനും മാത്രം വലിപ്പമുള്ള വലിയൊരു തോലും കിട്ടും. ഒരു ശൈത്യകാലം മുഴുവനും പട്ടിണിയില്ലാതെ കഴിയുവാനായിട്ട് ഈ ഒരു മൃഗം ധാരാളമാണ്. എല്ലാ ദിവസവും മാഗി കെണികൾ പരിശോധിക്കുവാനായിട്ട് ഇറങ്ങും. ശുദ്ധജലവും ബെറിപ്പഴങ്ങളും വിറകും ശേഖരിക്കും. വൈകിട്ട് ആഹാരം പാകം ചെയ്യും. മിച്ചമുള്ളവ സൂക്ഷിച്ചു വയ്ക്കും. രാത്രി മുഴുവൻ കത്തുവാൻ വേണ്ടി വിറക് തീയിലിടും. പരമാവധി സമയം ബൈബിൾ വായിക്കും. അതുമാത്രമായിരുന്നു അവളുടെ ഏക ആശ്വാസം. പുറം ലോകവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാനായിട്ട് അവളെ സഹായിച്ചത് ബൈബിളാണ്. അതിനു പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. വായന മനുഷ്യന്റെ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനം നിലനിർത്തുന്നു. അത് ഭാഷയെ സംരക്ഷിക്കുന്നു. ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഒരു പരിധിവരെ വായന ഇല്ലാതാക്കും. അങ്ങനെ 1543 ശരത്കാലം വരികയാണ്. ഈ ദ്വീപിലെ അവളുടെ 2ാമത്തെ ശരത്കാലമാണിത്. മരങ്ങളിലെ ഇലകൾ പൊഴിഞ്ഞു. പക്ഷികളും മൃഗങ്ങളും ദേശാടനം തുടങ്ങി. അവൾ പരിഭ്രാന്തിയോടെ ആഹാരവും മറ്റും പരമാവധി ശേഖരിച്ചു. ആ ശൈത്യകാലവും അതിജീവിച്ചു. പിന്നെ അടുത്ത വസന്തകാലം വന്നു. 1544. മഞ്ഞ് ഉരുകുവാൻ തുടങ്ങി. ചാർ മത്സ്യങ്ങൾ അരുവിയിലൂടെ ആ ദ്വീപിലേക്ക് കയറി വന്നു. കടൽ പക്ഷികൾ വീണ്ടും പാറക്കൂട്ടങ്ങളിൽ മടങ്ങിയെത്തി. മാർഗരറ്റിന് ഏകദേശം 29 വയസ്സായി. ഈ ദ്വീപിൽ അവൾ 2 വർഷമാണ് ചെലവഴിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുണ്ടായത്. 1544 മെയ് മാസത്തിന്റെ അവസാനം കോഡ് മത്സ്യങ്ങളെ പിടിക്കുവാനായിട്ട് ഒരു മത്സ്യബന്ധന കപ്പൽ അതുവഴിക്ക് വന്നു. ഇത്തവണ നാവികർ പതിവില്ലാതെ ആ ദ്വീപിനോട് വളരെ അടുത്ത് വന്നു. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. മനുഷ്യവാസമില്ലെന്ന് അവർ ഇത്രയും കാലം വിചാരിച്ച ദ്വീപിൽ നിന്നും പുക ഉയരുന്നു. 1ാമത്തെ ദിവസം ഭയം മൂലം അവർ ദ്വീപിനോട് അടുത്തില്ല. എന്നാൽ അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും നിലയ്ക്കാതെ പുക ഉയരുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അതോടെ അവരുടെ ആകാംക്ഷ വർദ്ധിച്ചു. രണ്ടും കൽപ്പിച്ച ഡീമൺ ഐലൻഡിലേക്ക് അവർ ബോട്ട് തിരിച്ചു. ബോട്ടിലെ കയറുകൾ വലിയുന്ന ഞരക്കവും തുഴകൾ വെള്ളത്തിൽ വീഴുന്ന ശബ്ദവും ആരൊക്കെയോ ഫ്രഞ്ച് സംസാരിക്കുന്നതും ഒരു ഞെട്ടലോടെ അവൾ കേട്ടു. ആ നിമിഷം അവൾ മനസ്സിലാക്കി, തൻ്റെ ദുരിതം ഇതാ അവസാനിച്ചു. ബോട്ടിന് നേർക്ക് ആ പാവ സ്ത്രീ ഇഴഞ്ഞെന്നോണമാണ് തീരം വഴി നീങ്ങിയത്. സഹനശേഷിയുടെ അവസാനത്തെ നാഴികക്കല്ലും അവൾ പിന്നിട്ടിരിക്കുന്നു. അതെ, ഇതിനോടകം അവൾ മരണാസന്നയായിരുന്നു. കരയ്ക്കിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾ തങ്ങളൊരു പ്രേതത്തെയാണ് കാണുന്നത് എന്ന് വിചാരിച്ചു കാണണം. മൃഗങ്ങളുടെ തോലണിഞ്ഞ ഒരു സ്ത്രീ, ജട പിടിച്ച മുടിയും വെയിലും കാറ്റും പുകയുമേറ്റ് ഇരുണ്ട് മെലിഞ്ഞുണങ്ങി പാതി മരിച്ച അവസ്ഥയിൽ അവരുടെ നേർക്ക് എഴഞ്ഞു വരുന്നു. അവളുടെ ചർമ്മത്തിനടിയിലെ അസ്ഥികൾ വരെ വളരെ വ്യക്തമായിട്ടും കാണാമായിരുന്നു. എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ദുർബലയായിരുന്നു അവൾ. അമ്പരന്ന് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളോട് അവൾ ഫ്രഞ്ചിൽ സംസാരിച്ചു. അപ്പോഴാണ് അവരുടെ ഭയം ഇല്ലാതായത്. തൻ്റെ കഥ മാർഗരറ്റ് അവരോട് പറഞ്ഞു. അവരവളെ ബോട്ടിലേക്ക് നയിച്ചു. അതിനു മുൻപ് അവൾ ജീവിച്ച ചുറ്റുപാടുകൾ അവർ നോക്കിക്കണ്ടു. അപരിഷ്കൃതമായിട്ടുള്ള കൂടാരം, അതിൻ്റെ ഉള്ളിൽ അട്ടിയിട്ട കരടിയുടെയും മറ്റും തോലുകൾ, തോക്കുകൾ,
അടുത്തായിട്ട് കാണപ്പെടുന്ന 3 കുഴിമാടങ്ങൾ. ഇതെല്ലാം ഒരു ഞെട്ടലോടെയാണ് അവർ കണ്ടത്. അവസാനം ആ നിമിഷം വന്നെത്തി. എന്നേക്കുമായിട്ട് മാഗി ഈ ദ്വീപിനോട് യാത്ര പറയുകയാണ്. തനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഓർമ്മകളും വേദനകളും സമ്മാനിച്ച തൻ്റെ പ്രിയപ്പെട്ട ദ്വീപിനോട്. കാരണം ആ മണ്ണിലാണ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 പേർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുടെ കുഴിമാടങ്ങൾ ഇനി ഒരിക്കലും മാഗി കാണില്ല. ബോട്ടിൽ നിന്നുകൊണ്ട് അവൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു, ആ ദ്വീപിൽ 4ാമതൊരു ശവക്കുഴി കൂടിയുണ്ട്. അതിൽ എൻ്റെ ഹൃദയം അടക്കം ചെയ്തിരിക്കുന്നു. ഫ്രാൻസിലേക്കുള്ള അവരുടെ മടക്കയാത്രയ്ക്ക് 6 മുതൽ 8 ആഴ്ച വരെ സമയമെടുത്തു. ഇതിനിടയിൽ അവൾ സുഖം പ്രാപിച്ചു. അവസാനം തുറമുഖത്തെത്തി. 2 വർഷം മുമ്പ് റോബർവാളിന്റെ കൂടെ യാത്ര പുറപ്പെട്ട അതേ ലാ റോഷൽ തുറമുഖത്താണ് ബോട്ട് എടുത്തത്. ഇതിനോടകം മരണപ്പെട്ടു എന്ന് എല്ലാവരും വിശ്വസിച്ച മാർഗരറ്റ് മടങ്ങിയെത്തിയ വാർത്ത നാടെങ്ങും വ്യാപിച്ചു. റോബർ വാളും കൂട്ടരും പ്രചരിപ്പിച്ച കള്ളക്കഥ എല്ലാവരും വിശ്വസിച്ച സമയത്താണ് മറ്റൊരു കഥയുമായിട്ട് മാഗി മടങ്ങിയെത്തിയത്. തങ്ങൾ ഇത്രയും കാലം ഒരു ഹീറോയാണെന്ന് കരുതിയ റോബർ വാളാണ് ഈ കഥയിലെ യഥാർത്ഥ വില്ലനെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. പ്രണയത്തിനു വേണ്ടി ഇത്രയധികം യാതനകൾ സഹിച്ച മാഗിയെ ബഹുമാനത്തോടെയാണ് ഫ്രഞ്ച് ജനത വരവേറ്റത്. അക്കാലത്തെ സാംസ്കാരികമായിട്ടുള്ള കാഴ്ചപ്പാട് പരിഗണിച്ചാൽ മാഗി അവർ അകറ്റി നിർത്തേണ്ടതാണ്. കാരണം 16-ാം നൂറ്റാണ്ടിൽ വിവാഹപൂർവ്വ ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ ഒരു കുട്ടി ജനിച്ച സ്ത്രീകളെ സമൂഹം അകറ്റി നിർത്തും. പക്ഷെ മാഗിയുടെ കാര്യത്തിൽ നേരെ മറിച്ചാണ് സംഭവിച്ചത്. ഫ്രഞ്ച് ജനത അവളെ ബഹുമാനിച്ചു. അവളുടെ അതിജീവനത്തെ അവർ വീരാരാധനയോടെ നോക്കിക്കണ്ടു. തങ്ങളുടെ പെൺമക്കളെ വായിക്കുവാനും എഴുതുവാനും പഠിപ്പിക്കുവാൻ അവളുടെ അടുത്തേക്ക് അവർ അയച്ചു. പിൽക്കാലത്തെ പെരിഗോർ മേഖലയിലെ നോൺറോൺ എന്ന സ്ഥലത്ത് അവൾ ഒരു സ്കൂൾ അധ്യാപികയായി. അവിടെ വെച്ചൊരു പുതിയ ജീവിതം കെട്ടിപ്പടുത്തുവെങ്കിലും ആ ദ്വീപും അവിടെ അടക്കം ചെയ്യപ്പെട്ട 3 ശവക്കുഴികളും അതിൻ്റെ ഓർമ്മകളും അവളെ വിട്ട് ഒരിക്കലും മായില്ല. മാർഗരറ്റ് ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷമാണ് ആൻഡ്രേ തേവറ്റെ എന്ന ഫ്രഞ്ച് കോസ്മോഗ്രാഫർ നോൺറോണിലേക്ക് വരികയും അവളെ നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്തത്. മാഗിയുടെ മരണതീയതിയും അവളെ അടക്കം ചെയ്ത സ്ഥലത്തെക്കുറിച്ചും യാതൊരു ചരിത്രരേഖയുമില്ല. അതൊന്നും ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇനി ഈ കഥയിലെ വില്ലനായിട്ടുള്ള റോബർ വാളിന് എന്താണ് സംഭവിച്ചത്? അതുകൂടി പറയാതെ ഈ വീഡിയോ പൂർണ്ണമാവില്ല. അയാൾ നയിച്ച കൊളോണിയൽ പരിവേഷണം ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. കാനഡയിലെത്തി 1ാമത്തെ ശൈത്യകാലത്ത് 50 കുടിയേറ്റക്കാർ സ്കർവി ബാധിച്ചു മരിച്ചു. 35 പേർ അവിടെയുള്ള ആദിവാസികളുമായിട്ടുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ടു. അയാൾക്ക് വിചാരിച്ചതുപോലെ സ്വർണ്ണഖനിയോ അതുപോലെ വജ്രഖനിയോ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അതിൻ്റെ അടുത്ത വർഷം 1543-ൽ അയാളും കൂട്ടരും നിരാശരായിട്ട് ഫ്രാൻസിലേക്ക് മടങ്ങി. ആ സമയത്തും മാർഗരറ്റ് ഡീമൺ ഐലൻഡിൽ നരകിച്ച് കഴിയുകയായിരുന്നു. റോബർവാൾ നാട്ടിൽ മടങ്ങിയെത്തി 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് മാർഗരറ്റും മടങ്ങിയെത്തിയത്. അതോടെ അയാൾ പടച്ചുവിട്ട കള്ളക്കഥകൾ പൊളിഞ്ഞു. അതിനുശേഷം മറ്റുള്ളവരുടെ മുൻപിൽ ഒരു വെറുക്കപ്പെട്ടവനായിട്ടാണ് അയാൾ പിന്നീട് ജീവിച്ചത്. 1560-ൽ പാരീസിൽ വെച്ച് ഒരു മതയോഗവും കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ ഒരു കലാപമുണ്ടായി. ആ കലാപത്തിൽ അയാൾ കൊല്ലപ്പെട്ടു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അയാൾ കൊല്ലുവാനായിട്ട് നിഷ്കരണം ദ്വീപിൽ ഉപേക്ഷിച്ച മാർഗരറ്റ് അയാളെക്കാളും ഏതാനും വർഷങ്ങളെങ്കിലും കൂടുതലായിട്ടും ജീവിച്ചു കാണണം. 17-ാം നൂറ്റാണ്ടിൽ എപ്പോഴോ ഡീമൺസ് ഐലൻഡ് ഭൂപടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി. പുതിയ ഭൂപടങ്ങളിൽ ഒരിടത്തും ഈ ദ്വീപിനെക്കുറിച്ച് പരാമർശമില്ല. ചിലപ്പോൾ ഭൂപട നിർമ്മാണത്തിലെ പിഴവായിരിക്കാം. എന്തായാലും ഇന്ന് ആ ദ്വീപ് കൃത്യമായിട്ട് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ക്യൂബക്കിലുള്ള ഹാരിൻഡൻ ഹാർബർ ഐലൻഡാണ് ആ സ്ഥലമെന്ന് ചിലർ പറയുന്നു. എന്നാൽ അതിന് തെളിവുകളുമില്ല. ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു മുറിവായിട്ട് അവശേഷിക്കുന്നത് ഇത്രയുമാണ്. സെന്റ് ലോറൻസ് ഉൾക്കടലിൽ എവിടെയോ അജ്ഞാതമായിട്ടുള്ളൊരിടത്ത് അവൾക്ക് പ്രിയപ്പെട്ട 3 കുഴിമാടങ്ങളുണ്ട്. അതിലൊന്ന് ചരിത്രം ബോധപൂർവം പേര് മായ്ച്ചു കളഞ്ഞ ഒരു യുവാവിൻ്റെയാണ്. 2 ജനിച്ചു വീണ് ഏതാനും ദിവസം മാത്രം ജീവിച്ച ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ. 3 യജമാനത്തിയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എല്ലാം വലിച്ചെറിഞ്ഞ പ്രായമായ ഒരു പരിചാരികയുടെ. ഇതും കൂടാതെ ഫ്രാൻസിൽ എവിടെയോ ഒരുപക്ഷെ പെരിഗോർ മേഖലയിലായിരിക്കാം 4ാമത് മറ്റൊരു ശവകുടീരം കൂടിയുണ്ട്. അതും മാഗിയുടെയാണ്. അതും ചരിത്രം മറച്ചു കളഞ്ഞിരിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഹൈപ്പും മറക്കരുത്. മറ്റൊരു കഥയുമായിട്ട് ഉടൻ വരാം.